Meet the editors. മുനമ്പം സങ്കീർണമോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, മുനമ്പത്തെ സമരം 187 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരമുണ്ടാകാൻ സർക്കാർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നാണ് സർക്കാരിൻ്റെ വാദം. അതൊരു അന്തിമമായിട്ടുള്ള കമ്മീഷൻ ആയിരുന്നില്ല, വസ്തുതാന്വേഷണ കമ്മീഷനായിരുന്നു. വഖഫ് ഭൂമി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വഖഫ് ഭൂമി അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നീ കാര്യങ്ങൾ പഠിച്ച് നിർദ്ദേശിക്കാൻ സർക്കാരിൻ്റെ ഒരു വസ്തുതാന്വേഷണ കമ്മീഷനായിട്ടാണ് തീരുമാനിച്ചത്. ആ കമ്മീഷനെയാണ് ഇപ്പോൾ ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. ഇനി ആ കമ്മീഷൻ ഇല്ല. മുനമ്പത്തുകാർ വലിയ പ്രതിഷേധത്തിലുമാണ്. ഒരു സങ്കടക്കടലിലാണ് സർക്കാർ. ഒരു ഭാഗത്ത് സമരസമിതി, മറുഭാഗത്ത് വഖഫ് സംരക്ഷണ സമിതി. രണ്ടുപേരും വിമർശിക്കുന്നത് സർക്കാരിനെയാണ്. സങ്കീർണമാവുകയാണോ? ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അത് രാഷ്ട്രീയമായി ഒരു സങ്കീർണമായ വിഷയമായി, പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നമായി ഇത് മാറും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമുക്കറിയാലോ എന്താണ് ഇവിടുത്തെ തർക്കം. മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതാണ് തർക്കം. വഖഫ് ബോർഡിന് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് അതിൻ്റെ ചെയർമാനായിട്ടുള്ള സക്കീർ ഹുസൈൻ പറയുന്നു. വഖഫിൻ്റെ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ പറയുന്നു അത് വഖഫ് ഭൂമിയാണ് എന്ന്. എന്നാൽ മറുപക്ഷം എന്താണ് പറയുന്നത്? ഫറൂഖ് കോളൻ്റെ അവകാശവാദം എന്താണ്? അത് ഗിഫ്റ്റാണ്, അതുകൊണ്ടാണ് ഞങ്ങളത് വിറ്റത് എന്നാണ്. വഖഫ് ഭൂമിയാണെങ്കിൽ വിൽക്കാൻ കഴിയില്ല, ഇത് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, 1987-91 കാലഘട്ടത്തിലാണല്ലോ ഈ ഭൂമി ഈ അവിടുത്തെ ആളുകൾ വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഇത് വഖഫിൻ്റെ അസറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് സമരസമിതിക്കാർ പറയുന്നത്. അന്ന് വഖഫിൻ്റെ അസറ്റ് രജിസ്റ്ററിലില്ലാത്തൊരു ഭൂമിയാണ് ഈ പറയുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യർ 100-200 കുടുംബക്കാർ അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഭൂമി 2019 അസറ്റ് രജിസ്റ്ററിലേക്ക് വരുന്നത്, വഖഫിൻ്റെ അസറ്റ് രജിസ്റ്ററിലേക്ക് വരുന്നത്, വഖഫിൻ്റെ അവകാശ വസ്തുവായി മാറുന്നത്. അപ്പോഴാണ് വഖഫ് ബോർഡ് ആ ഭൂമിക്ക് മേൽ പിടിമുറുക്കുന്നത്. നമ്മുടെ ടി കെ ഹംസ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്താണ് എവിക്ഷൻ നോട്ടീസ് കൊടുക്കുന്നത്. ഇപ്പോൾ സക്കീർ ഹുസൈനാണ് അതിൻ്റെ ചെയർമാൻ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതോടുകൂടി ആ ഭൂമിയിലുള്ള റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്റ്റേ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഈ ഡിസ്പ്യൂട്ട് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. ഈ മുനമ്പം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് നമുക്ക് ചുരുങ്ങിയ വർഷം 2008 മുതലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മൊത്തം വഖഫ് വസ്തുക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുള്ള നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ മുനമ്പം പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 2008 മുതൽ തന്നെയെങ്കിലും കുറഞ്ഞപക്ഷം ഇതൊരു കോൺട്രവേഴ്സ്യൽ ലാൻഡാണ്. പക്ഷേ അപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 1987-91 ഇടയ്ക്ക് ഈ വസ്തു കൈമാറ്റം നടന്നിട്ടുണ്ട്, പോക്കുവരവ് നടന്നിട്ടുണ്ട്, അവിടെ കരമടച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമിക്ക് മേൽ റവന്യൂ അവകാശം ഉണ്ടായിരുന്നു. 2019 അസറ്റ് രജിസ്റ്ററിലേക്ക് വരുന്നതോടുകൂടിയാണ് വഖഫ് ബോർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിടിമുറുക്കുന്നതും റവന്യൂ അവകാശങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുവരെ റവന്യൂ അവകാശങ്ങൾ നിന്നിട്ടുണ്ടല്ലോ. നമുക്കിപ്പോൾ അറിയാമല്ലോ വഖഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണലിൽ ഈ കേസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ആ കേസിൻ്റെ വിധി വരട്ടെ. ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അരുൺ പറഞ്ഞു സർക്കാർ ഒരു സങ്കട കടലിലാണ്. ഒരു വശത്ത് വഖഫ് സംരക്ഷണ വേദിക്കാർ ഉറപ്പിച്ചിരിക്കുന്നു, മറുവശത്ത് പിന്നെ സമരവേദിക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? സർക്കാരിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയും. അതിനൊരു വകുപ്പുണ്ട്. ഇപ്പോൾ 97-ാം വകുപ്പ് സർക്കാരിനെ അതിന് ഓതറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ കേരളത്തിൻ്റെ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ടാക്കിയാൽ അതിനകത്ത് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. സർക്കാരിനാണ് അത് ഉണ്ടാക്കാനുള്ള അവകാശം, പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നു, സർക്കാരാണ് അത് ഉണ്ടാക്കുന്നത്, പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ സർക്കാരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, പക്ഷേ സർക്കാരിന് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. വഖഫിൻ്റെ കാര്യത്തിനകത്ത് 97-ാം വകുപ്പ് അനുസരിച്ച് സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഇതേപോലെ തന്നെ വഖഫ് ഭൂമിയിലേക്ക് ഉള്ള പിന്നെ വഖഫ് ബോർഡ് പിന്നെ ഇതയച്ചു, എവിക്ഷൻ നോട്ടീസ് അയച്ചു. കർണാടക സർക്കാർ റദ്ദ് ചെയ്തിട്ടുണ്ട്, കർണാടക സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കാൻ സർക്കാരിന് കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 87 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ 22 മുതലാണ് ഈ റവന്യൂ അവകാശങ്ങൾ ഇല്ലാതായി പോകുന്നു. അതിന് മുമ്പ് വരെ അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നോക്കൂ, ട്രൈബ്യൂണലിൻ്റെ വിധി വരുന്നതുവരെ നമുക്ക് ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാൻ സർക്കാരിനൊരു ഡിസിഷൻ എടുത്തുകൂടെ? അങ്ങനെ എടുത്താൽ ഈ പ്രശ്നം അവസാനിക്കില്ലേ? അതാണ് പ്രശ്നം. ഹൈക്കോടതി വിധിയുണ്ട്. അല്ല, ഹൈക്കോടതി വിധി എന്താ? ഇതുവരെ റവന്യൂ ടാക്സ് പിടിക്കാൻ കഴിയില്ല. അല്ല, അതാ ഞാൻ പറയുന്നത്. സർക്കാരിന് ഒരു ഓർഡറിലൂടെ നോക്കൂ, ഈ പ്രശ്നത്തിനകത്ത് 1987 മുതൽ 91 വരെയുള്ള ഈ പോക്കുവരവ് നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യിക്കാം. എന്നിട്ട് പറയാം, നോക്കൂ 2019 ഇക്കാര്യത്തിലൊരു അസറ്റ് രജിസ്റ്ററിൽ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇത് സ്റ്റേ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നേ. ഇപ്പം ഈ 87 മുതൽ 2022 വരെ തുടർന്നു പോയിരുന്ന സാഹചര്യം 2019
ഈ അസറ്റ് രജിസ്റ്ററിലേക്ക് ഇത് കടന്നു വരുമ്പോഴാണ് ഇവർ പ്രതിസന്ധിയിലാകുന്നത്. ഈ പ്രശ്നം അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ലീഗ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതാണ് ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രതിപക്ഷവും പറയുന്നത്. എൻ്റെ മനസ്സിലാക്കലാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. നമ്മളതിനെ വെറുതെ കാണുന്നു വേണ്ട, വെറുതെ വിട്ടുകളയണ്ട. കാരണം വെച്ചാൽ ഇവിടെ 2 വിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ, അല്ലേ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതൊരു വസ്തുതയാണല്ലോ, നമ്മൾ പറഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ വിഷയത്തിൻ്റെ മേളിൽ 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. അങ്ങനെ 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ രാഷ്ട്രീയമായി ബാധിക്കുക? അതാർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് അവിടെ പോയിട്ട് സംസാരിച്ചത് എന്താ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് ആലോചിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് അവരെ എവിക്റ്റ് ചെയ്യരുതെന്നല്ലേ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? സർക്കാരിൻ്റെ നിലപാട് എന്താ? ഇവരെ പുറത്താക്കരുത് എന്നുള്ളതല്ലേ? ഇതിനകത്തൊരു അഗ്രീഡ് പാർട്ടിയാണല്ലോ ലീഗ്. ലീഗിൻ്റെ നേതാക്കൾ എന്താ വന്നിട്ട് പറഞ്ഞത്? ഈ പിന്നെ യാക്കോബായി പിന്നെ പിതാക്കന്മാരെ വന്ന് കണ്ടിട്ട് പറഞ്ഞത് ഒറ്റയാളെ പോലും കുടിയൊഴിപ്പിക്കില്ല എന്നാണ്. PDPയോ അല്ലെങ്കിൽ SDPO പോലുള്ള ചില സംഘടനകൾ മാത്രമാണ് ഇതിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. നമുക്കറിയാം KPA മജീദ്, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെ ഇതിനകത്ത് വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ലീഗിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഇവരെ പുറത്താക്കില്ല എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖ വിഭാഗമോ ഇവരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുന്നേയില്ല. 10-600 കുടുംബങ്ങൾ അവിടെയുണ്ട്. അവരുടെ മാനുഷിക പ്രശ്നമാണ്. അവരെ പുറത്താക്കാൻ കഴിയില്ല എന്നുള്ള ഒറ്റക്കെട്ടായ നിലപാടാണുള്ളത്. 47ാമത്തെ ദിവസമാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത്. സർവകക്ഷി യോഗമല്ല, ഉന്നതതല യോഗം വിളിച്ചിട്ടാണ് ഈ കമ്മീഷനെ ഉണ്ടാക്കുന്നത്. ഈ കമ്മീഷനെ ഉണ്ടാക്കിയ രീതിയെക്കുറിച്ച് ഹൈക്കോടതി ഇന്നലെ ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് ആ വിമർശനം എന്ന് പറയുന്നത്? അതായത് ഓർഡർ ഇറക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പ്രോപ്പർട്ടി ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില ഡിസ്പ്യൂട്ട് ഉണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ആ കമ്മീഷനെ നിയമിക്കണമെങ്കിൽ അതിനകത്തൊരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉണ്ടാകണം എന്നുള്ള പ്രശ്നമുണ്ട്. കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്നു ആദ്യത്തെ ഓർഡറിൽ ഈ കാര്യമില്ല. എന്നിട്ട് ഇത് കോടതി ചോദിച്ചപ്പോഴത്തേക്കും കൗണ്ടർ വന്നപ്പോൾ കൗണ്ടറിനകത്താണ് പറയുന്നത് ഇത് അവിടെ പ്രൊട്ടസ്റ്റും അജിറ്റേഷനും ഒക്കെ ആയിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ കമ്മീഷനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കോടതി അതിൻ്റെ അവസാന വരിയായിട്ട് പറയുന്നത് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാർ എന്ന്. അന്ന് തന്നെ ഒരു വിമർശനം ഉയർന്നത് എന്താണെന്നറിയാമോ? ഇക്കാര്യത്തിൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്നൊരു ഉരുണ്ടുകളിയാണ് സർക്കാർ ഈ കമ്മീഷനെ വെക്കുന്ന വഴി കാണിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അവിടെ ഒരു ഫാക്ട് ഫൈൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരണം അവിടെ പല പ്രദേശങ്ങളും റിസോർട്ടുകളായി മാറിയിട്ടുണ്ട്, ഹോട്ടലുകളായി മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 10-600 മനുഷ്യന്മാരുടെ കുടുംബങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു അധികാരവും അവരുടെ ഭൂമിക്ക് മുകളിൽ ഇല്ലാതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവർക്കത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല, അവർക്കത് പണയം വെക്കാൻ കഴിയില്ല, അവർക്ക് എന്തിനേറെ പറയുന്നു കരം പോലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മുനമ്പത്തൊരു വിഷയം മാത്രമായിട്ട് നിൽക്കുന്നില്ലെന്നേ ഇപ്പോൾ കേരളത്തിൽ. അതാണ് പ്രശ്നം. അത് അവിടുത്തെ ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല. ഇതിപ്പോൾ നമ്മളെടുത്ത് നിന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ജില്ലയിലെ മാത്രം പ്രശ്നമായിട്ടുമല്ല മാറിയിരിക്കുന്നത്, കേരളത്തിലെ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടത്? 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. കാസ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോവുകയാണേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത്. അവരെ ആർക്കാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കാസ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു കോഓപ്പറേഷനാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ മത്സരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ടതല്ലേ എങ്ങനെയാണ് മുനമ്പം വിഷയം പാലക്കാട് ഒരു വിഷയമാകുന്നത്, തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി വന്ന് പിന്നെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ? BJPയുടെ എത്ര നേതാക്കൾ അവിടെ പോയത്? സ്വാഭാവികമാണ് BJP ഈ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഒരു നല്ല വോട്ട് ബാങ്കായി കാണുന്നു. അതിനകത്ത് വിജയിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തൃശ്ശൂർ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ തന്നെയാണ് ലീഗ് ഇവിടെ വന്ന് ചർച്ച നടത്തിയത്. അതെ, അത് പക്ഷേ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അതിനകത്ത് അഗ്രീവ്ഡ് പാർട്ടിയാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നതും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതും. അവർ തമ്മിലാണ് ഐക്യത്തിൻ്റെ ഒരു ചർച്ച അവിടെ നടന്നത്. അതിനെ പോസിറ്റീവായിട്ടാണ് കേരളം കണ്ടത്, നമ്മളെല്ലാവരും കണ്ടത്. ഇവിടെ ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് അന്ന് പാലക്കാട് ഈ ശ്രമം നടത്തുന്നതിൻ്റെ കാര്യം എന്താ? നിർണായകമായ ഒരു 5000 വോട്ട് അവിടെ ക്രിസ്ത്യാനികൾക്കുണ്ട്. അവിടുത്തെ ബിഷപ്പ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ചില തീരുമാനങ്ങൾ ആലോചിച്ചിട്ടെടുക്കും എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ ആ വിഷയത്തെ പാലക്കാട് തിളപ്പിക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു. അത് BJPയുടെ കഴിവായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് BJP ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കാണ്. 2024 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ആർക്കാ പോയത്? UDFനാ പോയത്. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കണ്ണൂർ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൂടി ഉള്ളതുകൊണ്ടാണെന്നേ. കേരള കോൺഗ്രസ് CPM-നൊപ്പം നിന്നിട്ട് പോലും കോട്ടയത്ത് ചാഴിക്കാടൻ തോറ്റു എന്നൊരു അവസ്ഥയുണ്ട്. ഇടുക്കിയിൽ ജയിച്ചു, ഹൈബീഡൻ എറണാകുളത്ത് ജയിച്ചു, തൃശ്ശൂർ ഒരു അപവാദമാണ്, ആലപ്പുഴ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൊടുക്കണ്ടല്ലേ. ഈ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വീണ്ടും കേരള കോൺഗ്രസ് അപ്പുറത്ത് പോയിട്ട് കൂടിയും UDFലേക്ക് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയേ എവിടെയാണെന്ന് UDF പെർഫോം ചെയ്തത്. അത്യാവശ്യം UDF 41 സീറ്റ് എന്ന് പറഞ്ഞാൽ 15 സീറ്റ് അവിടെ മലപ്പുറത്ത് മാറ്റി വെച്ചാൽ പിന്നെ എറണാകുളം,
ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ലകളിലാണ് പെർഫോം ചെയ്തത്. അപ്പം ആ വോട്ട് UDF-ലേക്ക് പോകാൻ പാടില്ല എന്നതിൻ്റെ ഒരു ആവശ്യം CPM-നുണ്ടോ? CPM അത് വ്യക്തമാക്കണം. ഇന്ന് മാത്രമല്ല, ആ വോട്ടിനെ ഏതെങ്കിലും നിലവാരത്തിൽ ഷിഫ്റ്റ് ചെയ്ത് BJP-യിലേക്ക് പോയാൽ പിന്നെ അതിൻ്റെ ഗുണഭോക്താവാരാ? അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന LDF ആണ്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ സർക്കാർ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. അക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എന്നതിന് പകരം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഒട്ടും മൈൻഡ് അപ്ലൈ ചെയ്യാതെ ഒരു അന്വേഷണ കമ്മീഷൻ കൊണ്ട് വന്നിരിക്കുന്നു. മാത്രമല്ല ട്രൈബ്യൂണലിൽ ഈ കേസ് നടക്കുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ട്രൈബ്യൂണലിൽ ഈ കേസ് അവസാനിക്കുമോ? ഇനിയിപ്പോൾ അവരുടെ വിധി പറഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റു കോടതികളിലേക്ക് ഇവർക്ക് പോകാമല്ലോ. അതിപ്പോൾ ഹൈക്കോടതിയിൽ പോകാം, പിന്നെ സുപ്രീം കോടതി വരെ പോകാം. എത്ര വർഷം നിൽക്കും ഈ വ്യവഹാരം? 20-25 വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുമോ? പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എങ്ങനെയാണ് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് ആരായുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ധർമ്മം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഇതിനുണ്ടാകും. അത് 2 മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതിന് നമുക്ക് രാഷ്ട്രീയമായിട്ടൊക്കെ പലർക്കും മുതലെടുക്കാം കേട്ടോ. പക്ഷേ ആ മുതലെടുപ്പിന് ശേഷം, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷവും കേരളം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള വിഭജനം ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യകരമായ സാഹചര്യമല്ല. ആരതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചാലും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വിള്ളലുകൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയം അങ്ങേയറ്റം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രത്യാഘാതവും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, സ്മൃതിയിലേക്ക് വന്നാൽ ഈ സങ്കടക്കടൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മുനമ്പം നിവാസികളാണ് സങ്കടക്കടലായിരിക്കുന്നത്. ഇപ്പോൾ 157ാമത്തെ ദിവസമാണ് സമരം. 610 കുടുംബങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ. ഈ 610 കുടുംബങ്ങൾ 187 ദിവസമായി നടത്തുന്ന സമരം എന്ന് പറയുന്നത് അവർ പൈസ കൊടുത്തു വാങ്ങിയ ഭൂമി, ആ ഭൂമി എന്ന് പറയുന്നത് അവരുടെ അപ്പൂപ്പന്മാരായിട്ടൊക്കെ വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമി അവർ ഈ കടലിൽ പോകുന്നവരാണ്, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് കടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോഴൊക്കെ വീട് പണയപ്പെടുത്തുന്നു, പൈസ എടുക്കുന്നു, പിന്നീട് പണം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പറ്റാത്ത വിധത്തിൽ അവരുടെ ഭൂമിയല്ല, അവരെ സംബന്ധിച്ച് സ്വന്തം ഭൂമിയിൽ രാത്രി വന്ന് കിടന്നുറങ്ങുക എന്നുള്ള ആശ്വാസമായിരുന്നു. ആ ആശ്വാസമില്ലാത്ത രാത്രികൾ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, വർഷങ്ങളായി എന്നുള്ളതാണ്. 2018 ഇത് വഖഫ് ഭൂമിയാണെന്ന് ഇടുത്തി പോലെ ഒരു പ്രസ്താവന വരുന്നത്, ഒരു തീരുമാനം വരുന്നത്. അന്ന് മുതൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ട്, അല്ലേ? ആ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടാണ്. ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ സേട്ടിന് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത ഭൂമി, അത് പിന്നീട് തീരാധാരം വഴി അടുത്ത ആൾക്ക് സിദ്ദിഖ് സേട്ടിന് കിട്ടുന്നു. സിദ്ദിഖ് സേട്ട് അത് ഈ ഫറൂഖ് കോളേജിന് വഖഫ് നൽകി എന്നതാണ് ഒരു വാദം. 1950 നവംബർ 1 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 215 1950 നമ്പറായി ഈ ആധാരം അവിടെ കടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഫാറൂഖ് കോളേജ് അവിടെ കോളേജായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമായി അത് പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ ആ ഭൂമി മടക്കിയെടുക്കാൻ അവകാശമുണ്ട് എന്നൊരു രേഖ അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ അപ്പുറത്തും ഒരു രേഖയുണ്ട്. ഇവിടെ കൈവശാവകാശ രേഖയോട് കൂടി താമസിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഈ വഖഫ് ബോർഡിൻ്റെ വാദം മാത്രം സാധൂകരിക്കപ്പെടില്ല, മറ്റേ വാദം സാധൂകരിക്കപ്പെടുന്ന തെളിവുകൾ അപ്പുറത്ത് കിടക്കുകയാണ്. കാരണം ഇത് പരിശോധിക്കാതെ 1981 മാർച്ച് 28 പറവൂർ തഹസീൽദാർ പോക്കുവരവ് പട്ടയം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കടലാസുകൾ അവിടെയുണ്ട്. അപ്പോൾ ഫാറൂഖ് കോളേജിന് വന്ന വീഴ്ചയുണ്ട്. അവർക്ക് കിട്ടിയ ആ ഭൂമി അതൊരു കടൽ പ്രദേശമാണ്. അത് കുറേയൊക്കെ കടലെടുത്ത് പോയി, കുറച്ച് കഴിഞ്ഞ് കടൽ ഇപ്പോഴത്തേക്ക് കൊടുത്ത ഭൂമിയുമുണ്ട്. പക്ഷേ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് അത് ചർച്ചകളിലേക്ക് വരുന്നു. അതിൻ്റെ അവകാശവാദം ഈ പറയുന്ന സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം വന്ന് പറയുന്നതോടുകൂടിയാണ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരത് വിലയ്ക്ക് കൊടുക്കുന്നു, വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിറ്റതിൻ്റെ രേഖകളൊക്കെ ഇപ്പുറത്തുള്ള ആളുകളാണ്. 2005 റീസർവേ റെക്കോർഡുകളിൽ ഈ രേഖകളുമുണ്ട്, അല്ലേ? 1989 മുതൽ വില കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതിൻ്റെ രേഖകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നീതിയും നിയമം തമ്മിലുള്ള പോരാട്ടത്തിൽ മനുഷ്യർക്കൊപ്പമാണോ നിൽക്കുന്നത്? സങ്കീർണമാണ് ഈ പറയുന്ന കോടതി വ്യവഹാരങ്ങൾ എന്ന് പറയുന്ന. ഓരോ കാലത്തും ഓരോ രേഖകൾ അവിടെ കിടക്കുന്നു. ഇവരെ സംബന്ധിച്ച് അവരുടെ മാനുഷിക പരിഗണനയോടുകൂടി കുടുംബങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. കാസ പോലുള്ള സംഘടനകൾ അവിടെ എങ്ങനെ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് പിന്തുണ നൽകുന്ന ആരായാലും ആ പിന്തുണ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിട്ടുണ്ട്. കാരണം അവർക്ക്
അവർ പ്രതീക്ഷിച്ചെടുത്തുന്നതും പിന്തുണകൾ കിട്ടാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ ഏതൊക്കെ വിഭാഗമാണ് അവിടെയുള്ളത്? അവിടെ മുസ്ലിം കുടുംബങ്ങൾ 200ഓളം മുസ്ലിം കുടുംബങ്ങളുണ്ട്, ഈ പറയുന്ന ലത്തീൻ കത്തോലിക്കരുണ്ട്, തീവ്രരുണ്ട്, ഈഴവരുണ്ട്. ഇതെല്ലാവരും ചേർന്ന് മിക്സായിട്ട് താമസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവർ കരയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്ഥലമായി ബന്ധപ്പെട്ടോ ഒന്നും അവർക്കിടയിൽ ഒരു തർക്കവുമില്ല. അവർ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയി തിരിച്ചു വന്ന് ഇന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു ഭിന്നതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കാരണം ഇപ്പോൾ സമരവേദിയായിരിക്കുന്ന ഏത് സ്ഥലമാണ്? സമരവേദിയായിരിക്കുന്നത് മുനമ്പത്തെ കടപ്പുറത്തെ വേളാങ്കണ്ണി പള്ളിമുറ്റത്താണ്. അതെന്തുകൊണ്ടാണ് അവിടെ സമരം തുടങ്ങിയതെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട്. അവരുടെ ശ്മശാന ഭൂമി അതല്ലേ, അതടക്കം ഈ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സമരഭൂമി തിരഞ്ഞെടുക്കാൻ പുറത്തു നിന്ന് ഒരു ആവശ്യം ഉയർന്നിരിക്കാം. ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് പിന്തുണ കിട്ടുന്നതിനൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ പിന്തുണ വേറെ രൂപത്തിലേക്ക് ഇവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് മാറുമെന്നുള്ളതാണ്. സർക്കാർ പലപ്പോഴും നിസ്സംഗമായിരുന്നിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ ഈ കമ്മീഷനെ നിയമിച്ചതുപോലും ഒട്ടും ശ്രദ്ധയില്ലാതെ ആണ് എന്ന് കോടതി ഇന്നലെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ കമ്മീഷനെ നിയമിക്കുക? വഖഫ് നിയമം കണക്കിലെടുക്കാതെ നിങ്ങൾ നിയമിച്ചു, യാന്ത്രികമായി പ്രവർത്തിച്ചു എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഒരു യാന്ത്രികത നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ സമരം കാണുന്ന സമയത്ത് സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നുള്ളൊരു സാഹചര്യം എന്ന് സർക്കാർ അനങ്ങാതെ കുറേ ദിവസം ഇരുന്നിട്ട് എന്താണ് അനങ്ങാത്തത് നോക്കുന്നു. അപ്പുറത്തൊക്കെ വല്ലാതെ അനക്കം കാണുന്നുണ്ടായിരുന്നു അല്ലേ വേറെ രാഷ്ട്രീയ പാർട്ടികളെ. അപ്പോൾ ഒരു നിസ്സംഗത നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ചില നിയമങ്ങൾ, ഈ വഖഫ് ആക്ടിലെ 97, 99 അത് ഇവോക്ക് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് ഇതിൽ ഇടപെടാം. സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ വഖഫ് ബോർഡ് എന്നുള്ളത്. അപ്പോൾ സർക്കാരിന് ഡയറക്ഷൻ കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്യിക്കാനാകും. അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് കർണാടക എന്നുള്ളത് ഇതിൽ നിയമപരമായി ചില നിയമവിദഗ്ധർ അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? ഇവിടെ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ വെച്ച് കാര്യത്തിൽ വിമർശനവും ഏറ്റുവാങ്ങിയാണ്. ഏതായാലും ഈ ട്രൈബ്യൂണൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ മുനമ്പം നിവാസികളും. അവരും ഈ കോഴിക്കോടുള്ള ട്രൈബ്യൂണലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഇനി 27-ാം തീയതി ട്രൈബ്യൂണലിൽ പോകണം. ട്രൈബ്യൂണലിൽ നിന്ന് നീതി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പറവൂർ കോടതിയുടെ ഉത്തരവുണ്ടല്ലോ, ഇവരെ സംബന്ധിച്ച് നേരത്തെയുള്ള രേഖയുണ്ടല്ലോ, ഇവർക്ക് ഈ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ടോ, അത് ഒന്ന് സർക്കാർ ഒന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, ട്രൈബ്യൂണലിനെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങളിൽ നിന്ന് തൽക്കാലമെങ്കിലും കരം പിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ശരി, കോടതിയാണല്ലോ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായൊരു വാക്ക് പറയാൻ എന്തുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതൊരു പ്രാഥമികമായ ചോദ്യമാണല്ലോ, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി സർക്കാർ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉന്നയിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെയും കമ്മീഷനെ വെച്ചിട്ടുണ്ട്. നിസാർ കമ്മീഷൻ VS-ന്റെ കാലത്തായിരുന്നല്ലോ. VS-ന്റെ കാലത്ത് നിസാർ കമ്മീഷൻ പറഞ്ഞത് വഖഫ് ഭൂമിയാണെന്നാണ്. അതുപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാരും തീരുമാനിച്ചത്. പിന്നീട് ഈ പാതവഴിയിൽ എവിടെയോ നിന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാലത്തും കുഴപ്പമാകുമോ എന്ന തോന്നുന്ന ഘട്ടത്തിൽ മിണ്ടാതിരിക്കും. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചുള്ളൊരു അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന ഒരു രേഖ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഈ ആളുകളെ ഇറക്കിവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരുടെ രാഷ്ട്രീയമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ടത്. അവരുടെ താല്പര്യം എന്താണ്? അവർക്ക് അവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങളെയും തെരുവിലേക്ക് ഇറക്കണം എന്നാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അത് PDP-യുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് എന്ന് തന്നെ അറിയുന്നു. അപ്പോൾ അതിനോട് സർക്കാർ എടുക്കുന്ന സമീപനം എന്താണെന്ന് അറിയേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ 610 കുടുംബങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ തീരൂ. കോടതി വ്യവഹാരങ്ങൾ ഒരു വശത്ത് നടക്കും. പക്ഷേ മാനുഷികമായി ഇവരെ എങ്ങനെ പരിഗണിക്കുന്നു, മനുഷ്യരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, ഇതിപ്പോൾ അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി എത്താൻ പോവുകയാണ്. അതിന്മേൽ ഒരു തീരുമാനം വന്നേക്കാം. അപ്പോൾ ആ ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായി മുനമ്പത്തും അത് പ്രതിഫലിക്കും. മുനമ്പത്ത് പ്രതിഫലിക്കുമ്പോൾ ഇത് ആരുടെ വിജയമായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുക? ഒരു വിഷയമുണ്ടല്ലോ, അതാണ് രാഷ്ട്രീയമായി ആർക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നു. അതങ്ങനെ ഉപയോഗപ്പെടുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു ഭിന്നിപ്പ് അവിടെ തുടങ്ങുകയാണ്. അതിനൊരു തുടർച്ചയുണ്ടാകുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. വെൽക്കം ബാക്ക്. സങ്കീർണമാവുകയാണോ മുനമ്പം വിഷയം എന്നുള്ളതാണ് ചോദ്യം. മുനമ്പം ഒരു സങ്കീർണ വിഷയമാണെന്ന് മാത്രമല്ല, സർക്കാരും ഒരു രാഷ്ട്രീയ കുരുക്കിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ടുള്ളത്. ഒന്ന്, ഈ വിഷയത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ 5 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിരിക്കുകയും റവന്യൂ വകുപ്പ് 2016 മുനമ്പം നിവാസികളുടെ കയ്യിൽ നിന്ന് കരം വാങ്ങാം എന്നുള്ളൊരു ഉത്തരവ് കൊടുത്തതിനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് ഇനി എന്താണ് മുന്നോട്ട് ചെയ്യാൻ കഴിയുക? നിയമപരമായി സർക്കാരിന് എന്താണ് മുന്നോട്ട് ചെയ്യാൻ കഴിയുക? സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നു. ആ അപ്പീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നിലവിൽ ഇത് വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ആ കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെയാണ് സ്റ്റേ എന്നുള്ളത് നിലവിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ
ഇനി സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് സർക്കാർ ഇതിനെക്കുറിച്ചൊരു വസ്തുതാന്വേഷണം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓർമ്മിക്കണം, നിലവിൽ വസ്തുതാന്വേഷണം നടത്താൻ വഖഫ് നിയമം അനുവദിക്കുന്നില്ല. വഖഫിൻ്റെ പ്രോപ്പർട്ടിയായി വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വസ്തുതാന്വേഷണം നടത്തി വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തെ റിവേഴ്സ് ചെയ്യാനുള്ള അധികാരമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതിയും പറഞ്ഞ 97 എന്ന സെക്ഷൻ ഞാൻ വിശദമായി പരിശോധിച്ചു. 1995 വഖഫ് ആക്ടിൻ്റെ 97ഉം 99ഉം സെക്ഷനാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ 97ാമത്തെ സെക്ഷനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിന് വഖഫ് ബോർഡിനോട് നിർദ്ദേശിക്കാം. ഏത് കാര്യമാണ്? വഖഫ് ഡീഡുമായി ബന്ധപ്പെട്ടതും കസ്റ്റമറി പ്രാക്ടീസുമായി ബന്ധപ്പെട്ടതുമായ വിഷയത്തിൽ വഖഫ് ബോർഡ് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വഖഫ് ബോർഡിനെ നിർദ്ദേശിക്കാനുള്ള ഒരു അധികാരമാണ് ആർക്കുള്ളത്? സ്റ്റേറ്റിനുള്ളത്. എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്വമല്ല. നിലവിലുള്ള വഖഫ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടു പോയാൽ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നത് നിയമപരമായി സ്ഥാപിച്ചെടുക്കലാണ് വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്വം. അതിൽ വഖഫ് ബോർഡ് വീഴ്ച വരുത്തുകയാണെങ്കിലാണ് സർക്കാരിന് നിർദ്ദേശിക്കാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനം വഖഫ് ബോർഡിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ അത് വീഴ്ച വരുത്തുന്ന ഘട്ടത്തിലാണ് നിർദ്ദേശിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമാണ്. അതല്ലാതെ വഖഫ് ബോർഡ് എടുത്തൊരു തീരുമാനത്തെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം 97 പ്രകാരം സർക്കാരിനില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയം എന്താ? വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്, വഖഫ് സംരക്ഷണ സമിതി പറയുന്നത് പോലെ 2019 രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭൂമി വഖഫിൻ്റെ ഭൂമിയാണ് എന്നുള്ള അവരുടെ ക്ലെയിം, ഇന്ത്യയിൽ എല്ലായിടത്തും അവർ നടത്തുന്ന ഒരു ക്ലെയിം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ ക്ലെയിമിനെതിരെ സർക്കാരിനൊരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് നമ്പർ 1. ഇനി അങ്ങനെ ഒരു ക്ലെയിം കൊടുക്കണമെങ്കിൽ എന്താണ് സാധ്യതയുള്ളത്? അത് വഖഫ് ഭൂമി അല്ലാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. സർക്കാരിന് വഖഫ് ട്രിബ്യൂണലിൻ്റെ കേസ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നു, ഇതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ പോസിബിൾ അല്ല. അതാണ് ഞാൻ ഈ രാഷ്ട്രീയ കുരുക്കാണെന്ന് പറഞ്ഞത്. അത് പ്രതിപക്ഷം വിചാരിച്ചാലും പറ്റില്ല. അതാണ് ലീഗ് ഇറങ്ങിയിരിക്കുന്നത്. ലീഗിന് ഈ വിഷയത്തിൽ എന്താ നിലപാട്? ലീഗിൻ്റെ നിലപാട് എന്താ? ഈ ഭൂമി ഒരു വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലയോ? ലീഗ് ഇതുവരെ പറയുന്നില്ലല്ലോ. ലീഗ് പറയുന്നത് എന്താ? അവിടെയുള്ളവരെ കുടിയിറക്കരുത്. അതിനകത്ത് ആർക്കാ സംശയം? ആർക്കും സംശയമില്ല. അവിടെയുള്ള 610 മനുഷ്യരെയും കുടിയിറക്കരുത് എന്നുള്ളതാണ് എൻ്റെയും നമ്മൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യം. പക്ഷേ സാങ്കേതികമായി അത് വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവർക്ക് ഇവിടെ തുടരാൻ കഴിയുമോ? അതാണ് ചോദ്യം. അത് സെറ്റിൽ ചെയ്യേണ്ടതാരാ? വഖഫ് ട്രിബ്യൂണലാ. ആ വഖഫ് ട്രിബ്യൂണലിന് മേൽ സർക്കാരിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല. അവിടെയാണ് ആ പൊളിറ്റിക്സ് വരാൻ പോകുന്നത്. 2024 നിയമ ഭേദഗതിയിൽ വഖഫ് ട്രിബ്യൂണലിന് മേൽ കളക്ടർക്ക് അധികാരം കൊടുക്കാൻ പോവുക. അതാണ് ഇപ്പോൾ അടുത്ത മാസം ടേബിൾ ചെയ്യാൻ പോകുന്ന ബില്ലെന്ന് പറയുന്നത്. ആ ബില്ലിലാണ് ഇപ്പോൾ മുനമ്പത്തുകാരുടെ പ്രതീക്ഷ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ബൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? 2024 വഖഫ് നിയമ ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ടുള്ളൊരു പൊതുബോധവും പൊതുവികാരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആരാ ഇതിൻ്റെ കുറ്റക്കാർ? ഞാൻ ഇതിൻ്റെ കുറ്റക്കാരെ കാണുന്നത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഈ വഖഫിൻ്റെ സംരക്ഷണ സമിതിയിൽപ്പെട്ട ആളുകളാണ്. വഖഫ് സംരക്ഷണ സമിതിയിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് കുളം കലക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർ കുളം കലക്കുന്നതിൻ്റെ ആപത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങൾ നോക്കൂ, എന്താണ് ഒരു ഭൂമി വഖഫായിട്ട് മാറണമെങ്കിൽ, ഒരു പ്രോപ്പർട്ടി വഖഫായിട്ട് മാറണമെങ്കിൽ 4 ഘടകങ്ങൾ ആവശ്യമാണല്ലോ. ഒന്ന്, വഖഫ് ചെയ്യുന്ന ഒരു വ്യക്തി വേണമല്ലോ. അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അതാരാണ്? സിദ്ദിഖ് സേട്ട്. 2, വഖഫ് ഉപകാരം ലഭിക്കുന്ന വ്യക്തികൾ വേണമല്ലോ. അതിവിടെയുണ്ടോ? വഖഫിൻ്റെ ഉപകാരം ലഭിക്കുന്ന വ്യക്തികളായിട്ട് അന്ന് വഖഫിൻ്റെ ഡീഡിൽ പറഞ്ഞിരുന്നത് ആരാ? വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അറബിക് കോളേജ് അടക്കം സ്ഥാപിച്ചിരിക്കുന്ന ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റും ആ മാനേജ്മെൻറ്റിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ കാര്യമുണ്ടല്ലോ, വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു ഉണ്ടല്ലോ, അത് ഗിഫ്റ്റ് ഡീഡ് എന്ന നിലയിലല്ലേ 1950 കൊടുക്കുകയും എന്നാൽ അതിൻ്റെ തലക്കെട്ടിൽ മാത്രം വഖഫ് എന്ന് എഴുതുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതല്ലേ ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ കേസിലിരിക്കുന്നത്. ഇനി വഖഫ് സാധുവാക്കുന്ന വചനമുണ്ടോ എന്നുള്ളതാണ്. ആ വചനത്തിന്മേലാണല്ലോ ഇപ്പോൾ തർക്കം നടക്കുന്നത്. അതിൽ 2013 ആക്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതാണ് അത് തിരിച്ചെടുക്കും. തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് അത് വഖഫ് അല്ലാതെ കഴിഞ്ഞു. പക്ഷേ പ്രശ്നം എന്താ? അവിടെ സാധുവാക്കുന്ന ഒരു വചനം അതിന് മുകളിലുണ്ട്. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വഖഫുമായി ബന്ധപ്പെട്ട സംരക്ഷണ വേദിക്കാർ പറയുന്ന കാര്യവും വഖഫ് ബോർഡ് പറയുന്ന ഒരു പ്രോപ്പർട്ടി വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫ് വൺസ് എ വഖഫ് ആൾവേസ് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ തിരിച്ചെടുക്കുമ്പോൾ അതാണ് പ്രശ്നം. അവിടെ അത് തീരുമാനിക്കുന്ന ആരാ? വഖഫ് ട്രിബ്യൂണൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. പക്ഷേ ഈ വാദം ഉന്നയിക്കാലോ സർക്കാർ. ആ വാദം ഉന്നയിച്ചതുകൊണ്ടാണല്ലോ 2016 ഒരു നിമിഷം 1987 ഈ 610 മനുഷ്യർക്കും അവർ ഏകദേശം എനിക്ക് തോന്നുന്നു അന്നത്തെ വില അനുസരിച്ച് 33 ലക്ഷം രൂപ കണ്ട് കൊടുത്താണ് പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നത്. അവരുടെ സ്ഥാപന ജംഗമ സത്തുക്കൾ കൊടുത്ത് ഇന്നിരിക്കുന്ന മനുഷ്യരുടെ മുത്തച്ഛന്മാർ, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കുട്ടിക്കാലത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ ഭൂമി വാങ്ങുന്നത്. അവർ എത്ര കഷ്ടപ്പെട്ടാണ് ആ ഭൂമി വാങ്ങി തരുമോ? അന്ന് അവർക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടായിരുന്നു, പറവൂർ കോടതിയുടെ വിധി. പക്ഷേ ആ വിധിയെ മറിച്ചിട്ടുകൊണ്ടാണ് പിന്നീട് വരുന്നത് ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2019 ഈ അസറ്റ് രജിസ്റ്ററിലേക്ക് കയറുമ്പോഴാണ്. അതാണ് ആ 2010 ഡീൽ നടക്കുന്നത് എപ്പോഴാണ്? 87-90 ഡീഡ് നടക്കുമ്പോൾ 3 വർഷത്തിനുള്ളിൽ
ഇത് ക്ലെയിം ആക്കി മാറ്റണം എന്നുള്ളതാണ് 2013 ആക്ട് പറയുന്നത്. എന്നാൽ 2019 അസറ്റ് രജിസ്റ്റർ വരുമ്പോൾ മാത്രമാണ് ഇത് വഖഫ് ഭൂമി ആവുന്നത് എന്നാണ് നിയമപരമായ പ്രശ്നം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു വഖഫ് ട്രിബ്യൂണലിന്റെ പരിധിയിലിരിക്കുന്ന ഈ കേസിൽ ഇത് വഖഫ് ഭൂമിയാണോ എന്ന ചോദ്യത്തിന് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ഈ ഡീഡ് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നൊരു ഉത്തരവ് വരാൻ സാധ്യത. വഖഫ് നടക്കുമ്പോൾ ഈ അവിടെ കൈവശാവസ്ഥയോട് കുറെ പേർ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട ആരായിരുന്നു? സംശയമില്ലല്ലോ. അതുകൊണ്ടല്ലേ 2016 ആരാ ഉത്തരവ് കൊടുത്തത്? 2016 ഈ പ്രോപ്പർട്ടിന്മേൽ നികുതി പിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്ത സംസ്ഥാന സർക്കാരല്ലേ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് വഖഫായിട്ട് പ്രോപ്പർട്ടി ഡീഡ് ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ സംശയം എഴുതുന്ന പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് നികുതി പിരിക്കാനുള്ള ഉത്തരവ് ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സർക്കാർ കൊടുത്തിട്ടുണ്ട്? അല്ല, ഞാനൊരു സംശയം 2019 ഈ അസറ്റ് രജിസ്റ്ററിലേക്ക് ഇത് വരുന്നത്. 87-91 ഈ ഡീൽ മുഴുവൻ നടക്കുന്നത്. 2019 അപ്പോൾ മാത്രമാണ് അസറ്റ് രജിസ്റ്ററിലേക്ക് ഇത് വന്നിട്ടുള്ളത് എന്ന് അറിയാവുന്ന വഖഫ് ബോർഡ് അന്ന് അതിന്റെ ചെയർമാനായിരിക്കുന്ന ടി കെ ഹംസയാണെന്ന് എവിക്ഷൻ നോട്ടീസ് കൊടുക്കുന്നത്. 87-91 ഈ ഡീല് പോക്കുവരവ് നടന്നു. അതിനുശേഷം കൃത്യമായ റവന്യൂ അവകാശങ്ങളെല്ലാം ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും റവന്യൂ അവകാശങ്ങൾ അവർ നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ മൂവ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതെ, അവിടെയാണ് എന്റെ കൺസേൺ. അതാണ് നിലവിൽ വഖഫിന്റെ പ്രോപ്പർട്ടി ആണെന്നൊരു വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ സർക്കാരിന് റദ്ദ് ചെയ്യാൻ പറ്റുമോ? അല്ല, വഖഫ് ബോർഡിന്റെ ഈ കേസ് എന്താണ്? തിരിച്ചെടുക്കുമെന്നുള്ള അതൊന്നും സർക്കാരിന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അതൊരു വഖഫ് ട്രിബ്യൂണലിൽ മുന്നിലിരിക്കുന്ന ലീഗൽ മാറ്റർ അല്ലേ? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? അല്ല, ഇതിനകത്തൊരു പ്രശ്നം പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിന് റവന്യൂ അവകാശങ്ങൾ ഞാൻ ചോദിക്കുന്ന 1987 മുതൽ ഇങ്ങോട്ട് 2022 വരെ കൃത്യമായ റവന്യൂ അവകാശങ്ങൾ ഈ ഭൂമി കാരണം വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കൂട്ടര് കേസിന് പോയിരുന്നില്ല. ആ കേസിന് പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ വിഷയം വരുന്നത്. അങ്ങനല്ല, വഖഫ് ക്ലെയിം ചെയ്തു. നോക്കൂ, വഖഫ് ക്ലെയിം ചെയ്തല്ലോ. 2020 ഇലക്ഷൻ നോട്ടീസ് കൊടുത്തല്ലോ. വഖഫ് ബോർഡ് ഇതിൽ ടാക്സ് പിരിക്കരുത്, നികുതി പിരിക്കരുത് എന്ന നിലപാടെടുത്തിട്ടുണ്ടോ? ഇതുവരെ നികുതി പിരിക്കരുത് എന്ന നിലപാടെടുത്തിട്ടില്ല. പകരം ആരാ എടുത്തിരുന്നെങ്കിൽ നിലപാട്? വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് നികുതി. കോടതിയിൽ ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യേണ്ട നോക്കൂ ഉണ്ണിബാലകൃഷ്ണൻ, സിംഗിൾ ബെഞ്ചിന്റെ വിധി എങ്ങനെ അനുകൂലമായത് ഇവർക്ക്? സിംഗിൾ ബെഞ്ചിന്റെ വിധി അനുകൂലമായത് സർക്കാർ വാദിച്ചത് ഇതാണ്. അവിടെ താമസിക്കുന്നവരുടെ ഡീഡ് അത് വസ്തുതാപരമായിട്ടുള്ള ഡീഡാണ്, വഖഫിന്റെ പ്രോപ്പർട്ടി അല്ല എന്നുള്ള ക്ലെയിമിലാണ് സർക്കാർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നികുതി പിരിക്കാനുള്ള തീരുമാനം കൊടുക്കുന്നത്. വഖഫ് ട്രിബ്യൂണലിലെ സമരസമിതിയുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയാമോ? ആ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ AG ഇതുവരെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല സർക്കാരിനെ ഈ വിഷയത്തിൽ. AG വന്ന് റെപ്രസെന്റ് ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നമാണ്. കാരണം എന്താ പറയട്ടെ, അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറോ AGയോ അവരുടെ എന്താ പറയാ അഗ്രീഡ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ സമരസമിതിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ പോയിട്ട് കോടതിയോട് പറയേണ്ടത് 87 മുതൽ 91 വരെ ഈ ഡീൽ ഈ പോക്കുവരവ് നടക്കുമ്പോൾ ഒന്നും തന്നെ ഇത് അസറ്റ് രജിസ്റ്ററിലേക്ക് റവന്യൂ അവകാശങ്ങൾ 2 പതിറ്റാണ്ട് കാലം ഉണ്ടായിരുന്നു. നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം സർക്കാരിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ പറയാൻ പോകുന്നത്? സർക്കാർ പറയാൻ പോകുന്നത് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയണം എന്നല്ലേ ഉണ്ണിബാലകൃഷ്ണൻ പറയുന്നത്? അങ്ങനല്ല, വഖഫ് ഭൂമിയുമായി ആ സമയത്ത് ഒരു സർക്കാരിന് ഒരു ഭൂമി വഖഫായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ വഖഫ് അല്ല എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയത്തില്ല. പക്ഷേ 2019 മാത്രം ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് സർക്കാർ വകുപ്പ് തന്നെയാണല്ലോ. വിധിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം വാങ്ങിയ ആളുകൾ അവർ വെറുതെ പോയി വാങ്ങിയതല്ല, ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോയി വാങ്ങിയതാണ്. അതിനുശേഷം കൃത്യമായി അവിടുന്ന് നികുതി പിരിച്ചിട്ടുണ്ടല്ലോ, കരം പിരിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷനിലൂടെയാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല ഈ മനുഷ്യരോട്? അവരോട് ആ പ്രശ്നം റെപ്രസെന്റ് ചെയ്യാമല്ലോ. ഈ സമയം 2019 മാത്രമാണ് ഇത് അസറ്റ് രജിസ്റ്ററിലേക്ക് ഇരിക്കുന്നത്. അതിനു മുമ്പ് ഈ പാവങ്ങളിൽ പോയിട്ട് ഈ ഭൂമി വാങ്ങിക്കുന്ന സമയത്ത് ഇത് അസറ്റ് രജിസ്റ്ററിലെ വഖഫ് ഭൂമിയല്ല. വഖഫ് ബോർഡും സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനമല്ല വഖഫ് ബോർഡ് എടുക്കുന്നത്. വഖഫ് ബോർഡിൽ അതാത് സർക്കാരുകളുടെ കാലത്തെ സർക്കാരിന്റെ ആളുകൾ തന്നെയാണ്. വരുന്നത്. അതിനുശേഷം തങ്ങൾ കുടുംബത്തിൽ നിന്ന് വഖഫിന്റെ ബോർഡിൽ ആൾ വന്നിട്ടില്ലേ?
അവർ തീരുമാനം എന്താ എടുക്കാഞ്ഞത്? അവർക്ക് ഒരൊറ്റ തീരുമാനം എടുക്കാറില്ല, വക്കഭൂമി അല്ല എന്നൊരു തീരുമാനം എടുക്കാറുണ്ടല്ലോ. ഒരു തീരുമാനം അതാണ് സംശയം. ഏതെങ്കിലും തീരുമാനം എടുക്കണ്ടേ? 2011-2016 വരെ കേരളം ഭരിച്ചത് UDF സർക്കാരാണ്. ആ UDF സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡ് ഉണ്ടായിരുന്നു. ആ വഖഫ് ബോർഡിന്റെ കാലത്ത് നിസാർ കമ്മീഷന്റെ ഉത്തരവ് വന്നതിനെ തുടർന്ന് ഇതൊരു വഖഫ് ഭൂമിയാണോ എന്ന വിഷയം ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. 2011-ലും 2016-ലും വഖഫ് ബോർഡിന് ഒറ്റ തീരുമാനം എടുത്താൽ പോരെ? ഇതേ ലീഗിന്റെ പ്രതിനിധികൾ ഉൾപ്പെട്ട വഖഫ് ബോർഡ് തീരുമാനം എടുക്കുന്നു. ഇതിൽ അങ്ങ് പറഞ്ഞതുപോലെ 1987 പറവൂർ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഡീഡ് കൈപ്പറ്റിയിരിക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നൊരു തീരുമാനം വഖഫ് ബോർഡ് എടുക്കാൻ എന്താ? അല്ല, 2010 ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അല്ല പറയട്ടെ, ഇങ്ങോട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് പ്രതിപക്ഷത്തിന്റെ റോളിലെന്നോ ഭരണപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ സൊല്യൂഷൻ അല്ല ഇതിന് വേണ്ടത്, ഇതൊരു ലീഗൽ സൊല്യൂഷൻ ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലീഗൽ ട്രാപ്പിൽ നിന്ന് എങ്ങനെ ഊരും എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മുൻപിൽ എന്താ വഴിയുള്ളത്? അപ്പീൽ പോകാൻ തീരുമാനിച്ചത് ഇതിലൊരു ഫാക്ട് ഫൈൻഡിങ് വേണ്ടേ? ഞാൻ പറയുന്നൊരു ഫാക്ട് ഫൈൻഡിങ് വേണം എന്നാണ്. ഇതിനകത്തൊരു ഫാക്ട് ഫൈൻഡിങ് വേണം. ആ ഫാക്ട് ഫൈൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മീഷന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫാക്ട് ഫൈൻഡിങ് കമ്മീഷനെ കോടതി മറ്റു രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്ക് മുകളിലുള്ള ഒരു കമ്മീഷൻ എന്ന നിലയിൽ വ്യാഖ്യാനിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യാന്ത്രികമായി തീരുമാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി അപ്പീൽ പോകുന്ന സമയത്ത് തള്ളിപ്പോയാലും സർക്കാരിന് മുന്നിലുള്ള കുരുക്കെന്ന് പറയുന്നത് ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നതുവരെ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ സ്റ്റേ നിലനിൽക്കുന്നതുവരെ ഈ സാഹചര്യത്തിൽ സർക്കാരിന് കൈകൾ കെട്ടിയിട്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ടെത്തൽ ബൈൻഡിംഗ് ആണ്. ഏതിന്റെ ഇപ്പൊ ഈ ഒരു കമ്മീഷൻ കണ്ടെത്തലുകൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പബ്ലിക് പ്രോസിക്യൂട്ടർ പോയി ഇത് പറയട്ടെ എന്ന് പറഞ്ഞു. ഓൺ വാട്ട് ബേസിസ്? ഇവിടെ ഏത് കമ്മീഷനാണ്? മറ്റുണ്ട് കോടതി അതെങ്ങനെയാ ശരി? കോടതി റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്, അത് അസാധുവാണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കരം പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു നിമിഷം, ആ സാഹചര്യത്തിലാണ് ഇതൊരു ലീഗൽ സൊല്യൂഷനാണ് ആവശ്യമുള്ളത്. ആ ലീഗൽ സൊല്യൂഷനിലേക്ക് പോകണം. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് സെക്ഷൻ 97 പ്രകാരം ചെല്ലാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. അതിൽ സ്റ്റേറ്റിന് ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റായി ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന വഖഫ് ബില്ലിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതീതി ജനിക്കും. അതാണ് മുൻപത്തെ ആളുകൾ പറയുന്നത്. വഖഫ് ബില്ലിലാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ, ദേശീയ സർക്കാരാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത് കേരളത്തിന് പൊതുബോധമായിട്ട് മാറും എന്നുള്ളതാണ്. ഈ പൊതുബോധം വന്നാൽ എന്താ പ്രശ്നം? മതപരമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിന്മേൽ സർക്കാരിനുള്ള പിടിമുറുക്കമായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ. അത് ഇന്ന് വന്നിരിക്കുന്നത് മുസ്ലിം പള്ളികളിലാണെങ്കിൽ നാളെ വരാൻ പോകുന്നത് ക്രൈസ്തവ സഭകളിലുമായിരിക്കും. ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ലീഗൽ വിഷയത്തിൽ ഇപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് പൊസിഷനുള്ളത് BJP ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ട്രാപ്പായി, ഒരു ലൂപ്പ് ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അഴിക്കുന്തോറും കുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാപ്പായിട്ട് മുനമ്പം മാറുന്നു. അതിനൊരു പെട്ടെന്നുള്ള പൊളിറ്റിക്കൽ സൊല്യൂഷൻ പോസിബിൾ അല്ല. ലീഗ് പറയുന്നുണ്ട് പൊളിറ്റിക്കൽ സൊല്യൂഷൻ പോസിബിൾ. ലീഗിനും അറിയാം അതൊരു പൊളിറ്റിക്കൽ പൊസിഷൻ. ലീഗ് പോലും ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തിട്ടില്ല ഈ വിഷയത്തിൽ. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ. പ്രതിപക്ഷം പോലും എടുത്തിട്ടില്ല വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ. എനിക്കൊന്ന് VD സതീശൻ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ പൊതു നിലപാട് അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സർക്കാരിനും അതേ നിലപാടാണ്. സർക്കാരിന് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു പൊതു തീരുമാനത്തിലെത്തണമെങ്കിൽ ഫാക്ട് ഫൈൻഡിംഗ് കമ്മീഷൻ വേണം. അതിനാണ് വെച്ചത്. അതാണ് ഇപ്പോൾ റദ്ദായിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം വലിയ രാഷ്ട്രീയ കുരുക്കാവുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. മുനമ്പം സങ്കീർണമോ എന്നാണ് ചോദ്യം. ആൻഡ്രോ ഗസ്റ്റിൻ. സങ്കീർണമാണ് തന്നെ എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, 1948 സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമിയാണല്ലോ ഈ സ്ഥലം എന്ന് പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ മേലെ ആ ആധാരത്തിൻ്റെ അകത്ത് അത് ഇഷ്ടദാനമായി കൊടുത്ത പ്രോപ്പർട്ടിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വഖഫ് എന്ന് എഴുതി ചേർത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. 1950 അത് 1953 വരെ ഈ സ്ഥലം എന്തെങ്കിലും അവകാശം വഖഫ് ബോർഡിനെ ഉന്നയിക്കണമെങ്കിൽ 53 വരെ മാത്രമേ പാടുള്ളായിരുന്നു. 3 വർഷമാണ് അതിൻ്റെ കാലാവധി. അതിനുശേഷം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് 2013 ആക്ട് പ്രകാരം പറയുന്നത്. ആ സമയത്ത് അത് ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഇത് റവന്യൂ ഭൂമിയായി പോക്കുവരവ് നടത്തി വരികയാണ് അല്ലേ? ആ റവന്യൂ ഭൂമിയായി പോക്കുവരവായി നടത്തി വരുന്ന ഭൂമിയിൽ 1987 പറവൂർ കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ആ വിധി പ്രകാരം എന്ത് ചെയ്തു? ആ വിധി പ്രകാരം ആ സ്ഥലം ഫറൂഖ് കോളേജിന് ആർക്ക് വേണമെങ്കിലും വിൽക്കാമെന്നുള്ള തീരുമാനം വരുന്നു. ആ സ്ഥലം ആര് വാങ്ങുന്നു? ഈ പറഞ്ഞ നമ്മുടെ മുനമ്പം സ്വദേശികളായ 10-600 പേര് വാങ്ങുന്നു എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ആരാണ് ഈ പറയുന്ന മുനമ്പം നിവാസികളെ ചതിച്ചത് പറവൂർ കോടതിയാണ്. ആ കോടതി ഉത്തരവില്ലെങ്കിൽ ഈ ഭൂമി ഒരാൾ വാങ്ങാൻ പോകുന്നില്ല. വാങ്ങാൻ പോകുന്നുണ്ടോ?
ഫർദർ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭൂമി ഈ പറയുന്ന പറവൂർ നിവാസികളെ ചതിച്ച ഒന്നാമത്തെ സംവിധാനം എന്ന് പറയുന്നത് പറവൂർ കോടതിയാണ്. ആ കോടതി എന്ത് ചെയ്തു? ആ കോടതിയിൽ വിശ്വാസം കൊണ്ടാണല്ലോ ജനങ്ങൾക്ക് ഈ രാജ്യത്തുള്ള കോടതിയിൽ വിശ്വാസം കൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. ആ കോടതി വിശ്വാസം എന്ത് സംഭവിച്ചു? ആ വിശ്വാസം ആ കോടതി നശിപ്പിച്ചത് കൊണ്ടാണ് ഒന്നാമത്തെ സംഭവം. ആ നിവാസികൾ ആ ഭൂമി വാങ്ങി. അല്ല ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് രണ്ടുപേരും ആ സംവിധാനം വാങ്ങിച്ചു. ആ സ്ഥലത്തെ ഭൂമി ആ പാവങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യിച്ചു? നിരന്തരമായി അവർ പോക്കുവരവ് നിർത്തി, അവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവർക്ക് നീതി അടച്ചു കൊടുത്തു, അവർക്ക് എല്ലാവിധ സംവിധാനം കൊടുത്തു, അവിടെ വീട് വെക്കാൻ അധികാരം കൊടുത്തു, വീടിന് പ്ലാൻ പാസ്സാക്കി കൊടുത്തു, വീടിന് നമ്പർ ഇട്ട് കൊടുത്തു, എല്ലാ സംവിധാനവും ഈ സർക്കാർ ചെയ്തു. ഏത് വർഷം വരെ? 2022 വരെ. 2019 2008 LDF സർക്കാർ എന്ത് ചെയ്യുന്നത്? ഒരു കമ്മീഷൻ വെക്കുന്നത്. ആ കമ്മീഷനാണ് ഇങ്ങനെ ഒരു പുറമ്പോക്ക് ഭൂമി, ഈ പറയുന്ന ഭൂമി ഉണ്ടെന്ന് പറയുന്നത്. അതെന്ത് സംഭവിച്ചു? 2019 മാത്രമാണ് ഈ പറഞ്ഞ വഖഫ് ഭൂമി രജിസ്റ്ററിൽ ചേർത്ത്. 2019 വരെ ഈ ഭൂമി ആരതാ? ഈ ഭൂമി റവന്യൂ ഭൂമിയാ അല്ലേ? ഈ റവന്യൂ ഭൂമിയിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. 2022 ഈ പറയുന്ന പാവങ്ങൾ നീതി അടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നീതി എടുത്തില്ല എന്ന് പറഞ്ഞു. നീതി എടുക്കില്ല എന്ന് പറയുമ്പോഴാണ് അവരറിയുന്നത്. അപ്പൂപ്പൻ്റെ കാലം പറഞ്ഞു ആധാരം അടിയാധാരം തുടങ്ങി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുന്നിൽ ഇവർക്ക് ഡോക്യുമെൻ്റ് ഇല്ലാതായി. അവരെടുത്ത് ചെയ്യുമ്പോൾ നീതി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർ അന്താളിച്ചു പോയി. അവരെ മുന്നിൽ പോകാൻ പറ്റിയ സ്ഥലം ഏതാ? അവരെ മുന്നിൽ പോകാൻ പറ്റിയ സ്ഥലം കോടതിയാണ്. കോടതി ചെന്നപ്പോൾ എന്ത് ചെയ്ത്? 1987 വിധി അങ്ങ് റദ്ദ് ചെയ്തു. 1900 വിധി റദ്ദ് ചെയ്ത് ഏത് മര്യാദയുടെ പുറത്താണ്? 30-35 വർഷം മുൻപുള്ള വിധികൾ ഹൈക്കോടതി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര വിധികൾ റദ്ദ് ചെയ്യേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ എത്ര റവന്യൂ ഭൂമികൾ കേരളത്തിലുണ്ടാവും? 20 വർഷം കൈവശം വെച്ചാൽ കുടിവെള്ളാവകാശം കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ, അല്ലേ? 20 വർഷം ഒരു ഭൂമി കൈവശം വെച്ചാൽ മതി. ആ കൈവശം വെച്ച് വേറെ അവകാശിയിലേക്ക് കുടിവെള്ളാവകാശം കൊടുക്കുന്ന സ്ഥലത്ത് ഈ ഇത്രയും വർഷമായിട്ട് കൈവശം വെച്ച് ജീവിച്ചു വരുന്ന ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച മര്യാദകളെന്ന് ആലോചിച്ച് നോക്കിയേ. ആ കോടതി ഉത്തരവ് റദ്ദ് ചെയ്തു. ആ ഉത്തരവ് റദ്ദ് ചെയ്തിട്ട് 2022 സർക്കാരിന് ഇതിനകത്ത് കുറ്റമുണ്ട്. ഞാൻ പറയുന്നത് സർക്കാർ ഈ പറഞ്ഞ അസറ്റ് രജിസ്റ്റർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കണമായിരുന്നു. ഇത്രയും പേര് 600 ജനങ്ങൾ വരുന്ന പാവങ്ങളുടെ സ്ഥലമാണ് അസറ്റ് രജിസ്റ്ററിലേക്ക് ചേർക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടായിരുന്നല്ലോ. തീരുമാനിച്ചില്ലല്ലോ. 2022 ഞാൻ ചോദിക്കുന്നത് അസറ്റ് രജിസ്റ്റർ തീരുമാനിച്ചത് ആരാണ്? വഖഫ് ബോർഡ്. അല്ല, വഖഫ് ബോർഡ് തീരുമാനിക്കുമ്പോൾ എന്താണ്? വഖഫ് ബോർഡ് തീരുമാനിച്ചപ്പോൾ റവന്യൂ വകുപ്പാണ് ഈ പറഞ്ഞ നീതി എടുക്കേണ്ടത് തീരുമാനിച്ചല്ലേ? വഖഫ് തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു 2022 സെപ്റ്റംബർ 15 വരെയും അവിടെ കരം പിരിച്ചു. അല്ല അതാ ശരി, കരം പിടിച്ചു കോടതി വന്നപ്പോഴേ. ശരി, ഞാൻ ചോദിക്കുന്നത് 2022 സെപ്റ്റംബർ വരെ കരം പിരിച്ചു. ആരാണ് 2020 സെപ്റ്റംബറിൽ നീതി കരം പിടിക്കേണ്ടെന്ന് പറഞ്ഞത്? വഖഫ് ബോർഡിന്റെ ഉത്തരവ് വന്നാൽ പിരിക്കാൻ പറ്റില്ല. വഖഫ് ബോർഡിന്റെ ഉത്തരവ് വന്നാൽ പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത് റവന്യൂ വകുപ്പല്ലേ? അത് നടപ്പിലാക്കാൻ അല്ലാതെ പറ്റില്ല. ഞാൻ പറയുന്നത് സാറേ, ഇതിനകത്ത് നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയ സംവിധാനം ഉണ്ടാവും. അല്ല, ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് സാറേ, സിംഗിൾ ബെഞ്ചിൽ പോയി. അല്ല, ഞാൻ സമ്മതിക്കാം, ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിക്കാം. 2022 വരെ ഈ പറയുന്ന സംവിധാനം നടന്ന സ്ഥലമാണല്ലോ ഇത്. 2022 വരെ ഈ പാവങ്ങൾ നീതി അടിച്ചു. ആ 610 കുടുംബം എന്ത് പഴിച്ചു? ഇവിടെ CPM, ലീഗ്, കോൺഗ്രസ്, പിന്നെ BJP എല്ലാം കിടന്ന് രാഷ്ട്രീയം കളിക്കുകയാണ്. 650. എന്നിട്ട് ഇന്നത്തെ സമരത്തിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ കണ്ടോ? 4 സംവിധാനങ്ങളായി സമരം നടത്തും. 1, കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളും ഉപരോധിക്കും. 2, എല്ലാ താലൂക്ക് ഓഫീസുകളും ഉപരോധിക്കും. 3, ഈ പറയുന്ന 602 കുടുംബങ്ങൾക്ക് 610 കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ കളക്ട്രേറ്റ് ഉപരോധിക്കാൻ എവിടുന്ന് ആൾക്കാർ വരുന്നത്? രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാല്ലേ ഇതിനെ? ഈ പറയുന്ന താലൂക്ക് ഓഫീസുകൾ ഉപരോധിക്കാൻ വേണ്ടി കേരളത്തിൽ 610 ആൾക്കാരാണ് ഇറങ്ങുന്നത്. അല്ലല്ലോ, സാമൂഹിക സംഘടനകൾ ഇറങ്ങുകയല്ലേ? എന്തിനാണ് ഇറങ്ങുന്നത്? അത് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോടതികൾ നിന്ന് കൊടുക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കൂടി പാർട്ടികൾ നിന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കൂടുതൽ സർക്കാരുകൾ നിന്ന് കൊടുക്കുന്നു. ഇത് ഏത് ന്യായത്തിൻ്റെ പേരിൽ എങ്ങനെ ചെയ്യുന്നത്? ഈ രാജ്യത്ത് നിയമം നീതി നടപ്പിലാക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിന് കുറ്റം പറയും, ഞാൻ മുസ്ലിം സമുദായത്തിന് കുറ്റം പറയും, ഞാൻ ഈ പാർട്ടിക്കാരെ കുറ്റം പറയും. കാരണം എന്താ പറയുക? ഇതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇവർ. അതിൻ്റെ കൂടെ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. മുൻപത്തെ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു സംഘടന ഉണ്ടായി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര 610 ജനങ്ങളെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 1987 ഈ കോടതി വിധി വിഡ്രോ ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോടതി ഉത്തരവ് പ്രകാരമാണല്ലോ ഈ സംവിധാനങ്ങൾ മുഴുവൻ നടക്കുന്നത്. 87 ഏതർത്ഥത്തില്ല. പിന്നെ 1950 രജിസ്റ്റർ ചെയ്ത ഭൂമി, വഖഫിന് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ കിട്ടിയ ഭൂമി, ഈ സമയം വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്കത് ഉന്നയിക്കാൻ പറ്റില്ല. ഇന്നും ഫറൂഖ് കോളേജ് അവർക്ക് കിട്ടിയ ഭൂമി അവർ അവകാശം ഉന്നയിക്കുന്നില്ല. അവർക്കാണല്ലോ കൊടുത്തത്. കോളേജും പിന്നെ ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തു. അവർ പോലും പറയുന്നില്ല ഞങ്ങൾ വില കൊടുത്ത് വിറ്റതാന്ന് പറയുകയാണ് അവർ. അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, എന്താണ്? അതിൽ ഇഷ്ടദാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടദാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ രജിസ്റ്റർ ഓഫീസിൽ എന്ത് ചെയ്യും?
രജിസ്റ്റർ ഓഫീസ് വഖഫ് ഭൂമിയായിട്ട് എഴുതി വരുള്ളൂ. ഇഷ്ടദാനം എഴുതി കൊടുത്തുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അത് റവന്യൂ ഭൂമിയായി മാറിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ രജിസ്ട്രേഷനോട് കൂടി തന്നെ അത് വഖഫ് ഭൂമിയായി മാറിയേനെ. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം അന്നത്തെ ബുദ്ധിയോ ബോധമോ അല്ലെങ്കിൽ ആ ശൈലിയോ വെച്ചിട്ട് എഴുതി ആധാര എഴുത്തുകാരന് പറ്റിയ വളരെ ചെറിയൊരു മിസ്റ്റേക്ക്. അവരുദ്ദേശിച്ചതാണ്, അവരോട് ഫറൂഖ് കോളേജിനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അന്ന് പോകാൻ പറ്റിയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവരെന്ത് ചെയ്തു, അവരെ സമയം എടുത്ത് വിറ്റു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല ആണ് പക്ഷെ അവരെന്ത് ചെയ്തു, അതുകൊണ്ടാണല്ലോ സാറേ അത് പറവൂർ കോടതി ഉത്തരവ് കൊടുത്തത്. അല്ല അതുകൊണ്ടാണല്ലോ പറവൂർ കോടതി ഉത്തരവ് കൊടുത്തത്. ആ ഉത്തരവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആ ഉത്തരവ് കൊടുത്തത്. ആ ഉത്തരവിന് മേലെയല്ലേ ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് കോടതി കുറ്റക്കാരനാണ്, രണ്ടാമത്തെ ഗവൺമെന്റ് കുറ്റക്കാരാണ്, മൂന്നാമത് പാർട്ടികൾ കുറ്റക്കാരാണ്. ഇതിനെ വലുതാക്കി വിട്ടാൽ എന്ത് സംഭവിക്കുന്നറിയോ, ഇതിനെ വലുതാക്കി വിട്ടാൽ അരുൺ സാറേ ഒരു മിനിറ്റ്, ഇതിനെ വലുതാക്കി വിട്ടാൽ എന്താ സംഭവിക്കുക, 610 കുടുംബങ്ങളെ കൊണ്ട് 2-3 വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കും. വളരെ ശ്രദ്ധയോടും ഉത്തരവാദിത്തോടും കൂടി കൈയടിച്ച്, അത് ഞാൻ പറയുന്നത് BJP ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, ഞാൻ പറയുന്നത് BJP ആയാലും കൊള്ളാം, ലീഗ് ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം, CPM ആയാലും കൊള്ളാം, സർക്കാരായാലും കൊള്ളാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകാരം അനുഭവിക്കുന്നത് നിങ്ങളുടെയും ഞങ്ങളുടെയും കുട്ടികളായിരിക്കും. ഈ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, ഈ ഏത് നേതാവാണെങ്കിലും അവിടെ പോയി ന്യായം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിനേക്കാൾ വലിയ ഭവിഷ്യത്ത് നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങളുടെ കുട്ടികൾ മനസ്സിലാക്കുന്നത് കാണേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ പാനലോട് ചോദിക്കുന്ന ചോദ്യം. 2019 ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? സാറേ ആരും ആയിക്കോട്ടെ, കേരളത്തിൽ ഞാൻ പറയട്ടെ, റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡല്ലേ 2019 ഈ ഭൂമി വഖഫാണ് എന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അതായത് ഈ രജിസ്റ്ററിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് റഷീദ് അലി തങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന വഖഫ് ബോർഡാണ്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ലീഗിന് എന്താ ഇതിനകത്ത് പൊസിഷൻ? 2022 ഡിസംബർ 12 മുസ്ലിം ലീഗിൻ്റെ നേതാവും MLA-യുമായ KP മജീദ് നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. ആ സബ്മിഷനിൽ പറഞ്ഞത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ലീഗിൻ്റെ പൊസിഷൻ മജീദ് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. വഖഫ് ഭൂമിയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? ഏതാ വഖഫ് ഭൂമിയാണെന്ന് ലീഗ് പൊസിഷൻ എടുത്താൽ സർക്കാർ സാറേ ഞാൻ ഒരു പൊസിഷൻ എടുത്തിട്ടില്ലല്ലോ. എടുത്തു. ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സംവിധാനത്തെ സംഘടിപ്പിച്ച് ഒന്നിച്ച് നിർത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ പോയിട്ട് എന്താണ് അത് വഖഫ് അല്ല എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലീഗലി ചെയ്യാവുന്നതെല്ലാം ചെയ്തില്ലേ? അല്ല അങ്ങനെയല്ല സാർ, അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, സർക്കാർ ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് കോടതിയോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് വൃത്തിയായി ചെയ്യുന്നത് ഈ സമരക്കാരെ ബോധിപ്പിച്ചാൽ മതി, അത്ര പ്രശ്നമുള്ളൂ. ഞങ്ങളിതാ അങ്ങനെയല്ല, ഞാനൊരു മിനിറ്റ്, ഞങ്ങൾ ശക്തമായ രീതിയിൽ സർക്കാർ ഈ പറയുന്ന 610 വരുന്ന മുനമ്പം നിവാസികളുടെ ഒപ്പമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഈ പ്രശ്നം. അത്രയൊന്നും വഖഫ് ട്രിബ്യൂണലിന്റെ പരിധിയിലിരിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, പൊളിറ്റിക്കൽ പൊസിഷൻ ആരെടുക്കും? അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, എന്തിനാണ് ഇപ്പോ ലീഗ് എടുക്കില്ല? അല്ല സാറേ, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനാക്കി ഇപ്പോൾ വെച്ചല്ലോ, എന്ത് കാര്യത്തിനാ? സിമ്പിൾ. വസ്തുത സർക്കാരിന് അറിയില്ലേ? വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ആ വസ്തുത സർക്കാരിന് അറിയില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ രാജിവെച്ച് പോകണത്. 610 നിയമപരമായി നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു പഠനം നടത്തണം. ആകെ നമ്മുടെ മുന്നിൽ എന്താ, 2019 റഷീദ് അലി തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള ബോർഡിന്റെ ഒരു ഡിസിഷനാണ് ഉള്ളത്. ആ ഡിസിഷൻ 2019 രജിസ്റ്റർ ചെയ്തത്. ഇനി ആ രജിസ്റ്റർ ഉൾപ്പെടുന്ന ഈ വസ്തുത അറിയില്ലായിരുന്നെങ്കിൽ ആ വസ്തുത അറിയാതെയാണോ ഈ പാവങ്ങളുടെ നീതി എടുക്കൽ നിർത്തിവെച്ചത്? ഈ പറഞ്ഞ 610 കുടുംബങ്ങളുടെ സ്ഥലത്തിന് നീതി എടുക്കുന്നില്ലല്ലോ. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിലവിൽ ഒരു കമ്മീഷന് വസ്തുതാപരമായി പഠനം നടത്താനുള്ള അവകാശം സർക്കാരിനുണ്ട്. പക്ഷേ അതിനകത്ത് പറ്റിപ്പോയത് നിലവിൽ ഹൈക്കോടതിയുടെ വിധി ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ വിധിയുടെ മുകളിലാണ് ഇതെന്നുള്ളതാണ് ബിജു ഗുരു. ഞാൻ ആ വിധി അത്ര നിരുപദ്രവകരമായ വിധിയെന്നോ ഇന്നസെന്റ് നിഷ്കളങ്കമായ വിധിയായിട്ടോ ഞാൻ കണക്കാക്കുന്നില്ല. ആ വിധിയിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവാം, അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്ന സമയത്താണ് മനസ്സിലാവുക. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഈ ബില്ല് ടേബിൾ ചെയ്യാൻ വരുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെ ഒരു വിധി വന്നാൽ ആ വിധി കൊണ്ടുള്ള പ്രയോജനം ഏത് കൂട്ടർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. സുജയ,
ഇവിടെ മുനമ്പം നിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യം ഒരു പെർമനന്റ് ഡോക്യുമെന്റ് ആണ്. ആ പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കുക എന്ന പരിഹാരത്തിലേക്ക് എത്താതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇപ്പോൾ സർക്കാരിനെ എതിർത്തുകൊണ്ട് നടത്തുന്നവരും. അതായത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനൊന്നും വി.ഡി. സതീശൻ വിചാരിച്ച പോലും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നവുമല്ല. 10 മണിക്കൂർ എന്നുള്ളതല്ല. ഇതിൽ ഇനിയിപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം വരികയുള്ളൂ. ഇപ്പോൾ അപ്പീലുമായി പോകുന്ന കാര്യത്തിലടക്കം സർക്കാർ ഒരു അപ്പീൽ വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ നിൽക്കുകയാണ്. അതിനൊരു പ്രശ്നമുണ്ട്. അതായത് രാഷ്ട്രീയം ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ എന്തിനാണ് നിയമിച്ചത് എന്നതായിരുന്നു സർക്കാരിനോടുള്ള തേർഡ് ക്വസ്റ്റ്യൻ. അതിനൊരു മറുപടി പറയാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. ടൈം ബൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് എന്നുള്ളതാണ് സിമ്പിളായി പറയാൻ കഴിയുന്ന കാര്യം. അവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടു. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. സമരക്കാരിരിക്കുമ്പോൾ സമരം തുടങ്ങി 47-ാം ദിവസമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത്. അപ്പോൾ ഈ കമ്മീഷനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കേട്ടു എന്ന് സർക്കാരിന് അതാണ് ചെയ്യാൻ കഴിയുക. അതിനപ്പുറം എന്താണ് അവിടെ ചെയ്യാൻ സാധ്യമായിരുന്നത് എന്നതുകൂടി ഇപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷം പറയണം. തങ്ങളായിരുന്നു ഭരണപക്ഷത്തെങ്കിൽ, തങ്ങളായിരുന്നു ഇപ്പുറത്തിരുന്നതെങ്കിൽ ഈ 10 മിനിറ്റ് പരിഹാരം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോടതിയിൽ ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നു, മാറ്റമുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ വാദത്തിന് വേണ്ടി പറയാം. പക്ഷേ മുനമ്പം നിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ എല്ലാ അവകാശങ്ങളും സാധ്യമാകണമെങ്കിൽ അവർക്ക് അവിടെ ഒരു പെർമനന്റ് ഡോക്യുമെന്റ് ആണ് വേണ്ടത്. അതായത് അവർക്ക് കരമടയ്ക്കാനും അവരുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമാണ് വേണ്ടത്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ലോസ്യൂട്ട് കഴിയണം. ഈ നിൽക്കുന്ന ഹർജിയിന്മേൽ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വഖഫ് ട്രൈബ്യൂണലിലെ കേസിന്മേൽ ഒരു പരിഹാരം ഉണ്ടാകണം. അതിനു മുൻപ് അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ എന്താണ് യഥാർത്ഥ വസ്തുത അതുകൂടി മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ കമ്മീഷനെ സർക്കാർ വെച്ചത്. അപ്പോൾ ആ കമ്മീഷനെ തടയുന്നതിനായി അവിടെ വരുന്നത് വഖഫ് സംരക്ഷണ സമിതിയാണ്. ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പിന്നിലുള്ളത് ആരാണ്, അവിടുത്തെ മാസ്റ്റർ പ്രെറ്റൻഡേഴ്സ് ആരാണ് എന്നുള്ളതാണ് സർക്കാർ കൃത്യമായി അത് എക്സ്പോസ് ചെയ്യുകയും സർക്കാർ അത് ഇനിയെങ്കിലും തുറന്ന് മനസ്സിലാക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്യണം. അല്ലാത്ത പക്ഷമാണ്, അല്ലാതെ BJP ആണ്, കാസയാണ് എന്നൊക്കെ ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയുമാണ് അവിടെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച്, സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ ഒന്നുകിൽ സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാം. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് മുനമ്പം സമരസമിതി പോകുന്നത്. അപ്പോൾ ആ പ്രക്ഷോഭത്തെ നേരിടുകയും വേണം. ഒരു ഭാഗത്ത് ഈ അപ്പീലുമായി പോകുമ്പോൾ മറുഭാഗത്ത് ജനങ്ങൾ കാണുന്നത് എന്തായിരിക്കും? ഈ താലൂക്ക് ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടക്കും. നടുക്കടലിൽ ഇറങ്ങി വരെയുള്ള ഉപവാസ സമരത്തിന് അവർ പദ്ധതിയിടുന്നുണ്ട്. അതെല്ലാമാണ് ഒരു വിസിബിളായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അത് മധ്യ കേരളത്തിലെ സീറ്റുകളിൽ അത് കാര്യമായി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല. കൃത്യം 1 വർഷമേ ഉള്ളൂ. നമ്മൾ മാർച്ച് മാസമാണ് സംസാരിക്കുന്നത്. അടുത്ത മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ മധ്യ കേരളത്തിലെ സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഇങ്ങ് തൂത്തുവാരാം എന്ന് കരുതിക്കൊണ്ടാണ് UDF ഈ 10 മിനിറ്റിൽ ഞങ്ങളായിരുന്നെങ്കിൽ പരിഹരിച്ചേനെ എന്ന മട്ടിലുള്ള വാചക കസർത്തൊക്കെ നടത്തുന്നത് എന്നത് ജനങ്ങൾക്ക് മുനമ്പത്തിരിക്കുന്നവർക്ക് എന്തായാലും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡ് കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല, കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടുത്ത തീരുമാനങ്ങൾ, അടുത്ത ഏത് തീരുമാനവും ഈ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ധാരണ നിലവിലുണ്ട് എന്ന് സർക്കാരിനറിയാം. എങ്കിലും അവർ അവിടെയുള്ള ആളുകളെ കേൾക്കാൻ 610 കുടുംബങ്ങളുടെയും കൺസേൺ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ 18-1 അത് തിരുവിതാംകൂർ സർക്കാരിന്റെ കാലത്തെ സർവേ നമ്പറാണ്. അത് തൊട്ടുള്ള ബാക്ക്ലോഗ്, മുന്നാധാരമൊക്കെ പരിശോധിച്ചാണല്ലോ ആൻഡോസാർ അടക്കം സ്ഥലം വാങ്ങുവാണെങ്കിൽ വാങ്ങുന്നത്. പക്ഷേ ഈ പാവങ്ങൾക്ക് പറ്റിപ്പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ ക്ലോസ് എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് നോക്കുന്നതിനായി അവർക്ക് പോകേണ്ടി വന്നില്ല. കാരണം അവർക്ക് മുന്നിൽ ഒരു കോടതി വിധി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ 18-1 അവർ പോയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഈ പഴയ സർവേ നമ്പർ മുതലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും വരിക. അതിനിപ്പോൾ ഈ കമ്മീഷൻ നടത്തിയ പൊതു ഹിയറിംഗ് കൊണ്ടൊന്നും ഒരു പരിഹാരത്തിലേക്ക് പോകില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഈ ഫറൂഖ് കോളേജിന് വഖഫാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്ത 1948 ഓഗസ്റ്റ് 12 വഖഫ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ കോളേജ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ കോളേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെയും ഉണ്ടാകും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടും എന്ന സതുദ്ദേശത്തോടു കൂടി ഒരു ലക്ഷ്യം വെച്ചുള്ള ദാനം, അതാണ് വഖഫ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ അത് വഖഫ് അല്ലാതായി അപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. അതുതന്നെയാണ് വഖഫിന്റെ, ഇപ്പോൾ വഖഫ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്, വഖഫ് ട്രൈബ്യൂണൽ, എല്ലാത്തിന്റെയും ആത്യന്തികമായ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചുള്ള ദാനമാണ്. അതല്ലാതെ എപ്പോഴേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഹാൻഡ് ഓവർ എങ്ങനെയാണ്? പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചാണ് ഈ ഹാൻഡ് ഓവർ നടന്നിരിക്കുന്നത്. അല്ലാതെ ആദ്യത്തെ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഈ പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് അഡ്വക്കേറ്റ് MV പോളും അഡ്വക്കേറ്റ് മൈക്കിളും അവരായിരുന്നു ഈ ഫാറൂഖ് കോളേജിന്റെ അഡ്വക്കേറ്റ്സ്. അവർക്കൊരു പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുകൊണ്ടാണ് ആദ്യത്തെ കൈമാറ്റം നടക്കുന്നത്. ആ കൈമാറ്റത്തിന് ശേഷമാണ് ഇങ്ങനെ ഭൂമി വാങ്ങാം എന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, അതിലിപ്പോൾ നമ്മൾ മതം തിരിച്ച് മുസ്ലിം ഉണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, ഹിന്ദു ഉണ്ടോ, ധീവരയുണ്ടോ എന്നല്ല, അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവർ പല സമുദായത്തിൽപ്പെട്ടവരാകാം, പക്ഷേ അവരെല്ലാവരും ഉപജീവനത്തിന് കടലിൽ പോകുന്ന കടലിന്റെ മക്കളാണ്. ഇവിടെ പ്രളയം ഉണ്ടായപ്പോഴേക്കും ഓടി ഇങ്ങോട്ട് വന്നവരാണ്. അവരെ
എല്ലാവരെയും ഒന്നിച്ചങ്ങ് തള്ളിക്കളയുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ച് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ജസ്റ്റിസ് എം എ നിസാർ കമ്മീഷൻ VS സർക്കാർ 2007 വെക്കുമ്പോൾ അതിൽ ഈ 600 ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഇതുപോലെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ മുനമ്പത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്, കാരണം ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മുനമ്പമായതുകൊണ്ട്. അതിൽ 196 ഏക്കർ ബാക്കിയുണ്ട്. 188 ഏക്കർ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതിൽ ഈ 196 ഏക്കർ ബാക്കിയുള്ളത് എവിടെയാണ് എന്നതുകൂടി ഫാക്ട് ഫൈൻഡിങ്ങിലേക്ക് പോകണം എന്നുള്ള ഡോക്ടർ അരുണിന്റെ ആർഗ്യുമെന്റിനോട് ഞാൻ യോജിക്കുകയാണ്. ഇതിൽ 22 ഏക്കർ മാത്രമാണ് കടലെടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അത് ആരുടെ കൈവശമാണ്? ബാക്കിയുള്ള ആരുടെയൊക്കെ ഈ കടലെടുത്ത് പോയത് കൂടെ തിരിച്ചു പിടിക്കും. അല്ല, കടലെടുത്ത് പോയത് കടലിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട ഭൂമി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വഖഫായി കിട്ടിയ ആൻഡർസാൻഡ് ഈ കൺസേൺ, പക്ഷേ ഫാറൂഖ് കോളേജിനാണല്ലോ ഇത് വഖഫ് കിട്ടിയത്. ഈ വഖഫായി കിട്ടിയ ഭൂമി കാണാനില്ല, അല്ലെങ്കിൽ കടലെടുത്ത് കൊണ്ടുപോയി എന്ന പരാതി ഫാറൂഖ് കോളേജിനില്ല. അവർക്കാണല്ലോ വഖഫ് കിട്ടിയത്. അവർക്ക് ആ പരാതി ഇല്ല എന്നുള്ളത് അവരുടെ ഇപ്പോൾ ഈ പ്രതികരണമായി തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഡീഡാണോ വഖഫാണോ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഈ അഭിപ്രായം പറയുന്ന സംഘടനകളൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കൊച്ചി തഹസിൽദാർക്ക് വഖഫ് ബോർഡ് കൊടുത്ത നോട്ടീസ് അനുസരിച്ചാണ് ഇവർക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വഖഫ് ബില്ല് വരുമ്പോൾ ഒരു ആന്റി വഖഫ് ബിൽ സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നത് ആരാണ് എന്നതാണ് ഇനി കൃത്യമായി എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇതിന്റെ പൊളിറ്റിക്സ് അവിടെയാണ്. ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട്, കോൺഗ്രസിന് ഹിന്ദുക്കളുടെയും വോട്ട് വേണം, മുസ്ലിങ്ങളുടെയും വോട്ട് വേണം, ക്രിസ്ത്യൻസിന്റെയും വോട്ട് വേണം, എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം. അതുകൊണ്ട് ഒരു അഴകുഴമ്പൻ സമീപനമായിരിക്കും കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്തായാലും പാർലമെന്റിൽ എടുക്കാൻ പോവുക. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ല. ഈ പാർലമെന്റിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയായിരിക്കും ഇതിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നത് അത് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോവുകയാണ്. മുനമ്പത്തുള്ള മനുഷ്യർ കാണാൻ പോവുകയാണ്. അപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരെ വന്ന് യോഗങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത PK കുഞ്ഞാലിക്കുട്ടി അടക്കം ലീഗിന്റെ നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വ്യക്തമായി തന്നെ കാണുന്ന ഒരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ പ്രതികരണമാണ്. മുസ്ലിം വ്യക്തിനിയമ ബോർഡ് എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. അവരെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. മുസ്ലിം വ്യക്തിനിയമ ബോർഡ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്, വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല. അതായത് ഇപ്പോൾ ഈ 610 കുടുംബങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തിൽ കയറി കയ്യേറ്റം നടത്തിയ, വഖഫ് സ്വത്തിൽ കയ്യേറ്റം നടത്തിയവരാണ് എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിനിയമ ബോർഡിനെയാണോ ഈ ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുന്നത് എന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡൽഹിയിൽ ഇന്നലെ നടത്തിയ ധർണയിൽ ET മുഹമ്മദ് ബഷീർ MP, കോൺഗ്രസിന്റെ, RJDയുടെ, DMKയുടെ, CPIMന്റെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ധർണയിൽ പോയി ഈ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഈ ധർണ നടത്തുന്നവർ പാർലമെന്റിന് അകത്തെടുക്കുന്ന സ്റ്റാൻഡും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കൃത്യമായി എക്സ്പോസ് ചെയ്യപ്പെടും. സ്റ്റാൻഡാണല്ലോ, അതിനകത്ത് എന്താ സംശയം? അല്ല, അത് എക്സ്പോസ് ചെയ്യപ്പെടുമെന്നേ. ഇവിടെ ഇവർക്കൊപ്പമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥലം കിട്ടണം, ഭൂമി കിട്ടണം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ഈ വഖഫ് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അവരുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെടില്ല. കാരണം ഇത് വഖഫ് അല്ലാതായി മാറിക്കഴിഞ്ഞു. ജഗദാംബിക പാലാണ് JPC ചെയർമാൻ ആരെയാ പുറത്താക്കിയത് അതിനകത്തുനിന്ന്? ഈ JPCയിൽ എതിർത്തതിന്റെ പേരിൽ പുറത്താക്കിയത് ആരെയാണ്? ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം വ്യക്തി പ്രതിപക്ഷത്തെയാണ്. അത് ബഹളം വെച്ചതിനാണ്. എന്തിനാ ബഹളം വെച്ചതിനാണ്? എന്തിനാ ബഹളം വെച്ചതെന്നല്ല, എന്തിനാ ബഹളം വെച്ചതെന്തിനാ? പാർലമെന്റ് അല്ല, JPC പാർലമെന്റ് അല്ല. ആ പാർലമെന്റിലെ JPCക്കകത്ത് ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായം അല്ല, പൊള്ളുന്നതിലല്ലോ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണി അഭിപ്രായം പറയാം, ഇന്ത്യ മുന്നണി അഭിപ്രായം പറഞ്ഞ CPM പിന്നെ കോൺഗ്രസ് ഇവിടെ ഇന്ത്യ മുന്നണി അല്ലേ? അപ്പൊ ഈ CPM അങ്ങനെയല്ല ഇന്ത്യ മുന്നണി പറയരുത്. അപ്പൊ കേരളത്തിലെ വിഷയത്തിലേക്ക് ഇന്ത്യ പുറത്താക്കിയതിന്റെ കാര്യം പറ. എന്തിനായിരുന്നു JPC പുറത്താക്കിയത്? വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു. ഞങ്ങൾ പറയുന്ന 41 അമെന്റ്മെന്റ്സ് വേണം. ഇല്ല, ഞാൻ പറയുന്നത് JPC വോട്ടിനിടുകയോ ജയിപ്പിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ ഫാക്ച്വൽ ആയിട്ട് കാര്യം പറയാം. പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ വളരെ കൃത്യമാണ്. ഇന്ത്യ മുന്നണി പാർലമെന്റിൽ വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്താണ് നിലപാടെടുത്തത്? JPC വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പുറത്താക്കിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അത് ശരിയല്ല. എക്സ്പോസ്ഡ് ആകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ കാര്യം, ഈ പറയുന്ന വസ്തുതയായിരിക്കണം നമ്മൾ പറയുന്നത്. ഇതേ ഉള്ളൂ. അതാണ് കേൾക്കൂ, പറഞ്ഞുതരാം, അങ്ങോട്ട് പറഞ്ഞുതരാം. JPC ഫോം ചെയ്തു.
ആ JPC-യിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തെ JPC യെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ചോദ്യം കേൾക്കൂ, ഞാൻ JPC യെ കുറിച്ച് പറയട്ടെ. ഞാനിവിടെ പറഞ്ഞു. പറയാത്ത കാര്യത്തിൽ വസ്തുത അല്ലല്ല, പഠിപ്പിക്കാൻ പറ്റുന്നത് അല്ലല്ല, എന്തിനാണ്? ഞാൻ പറയുന്നത് കേൾക്കൂ വസ്തുത ആദ്യം. പഠിപ്പിക്കേണ്ടത് ആദ്യം പറഞ്ഞ അതെ, കാര്യങ്ങളാണ്. വസ്തുതയാ പറയുന്നത്, ഞാൻ അത് പറഞ്ഞ കേൾക്കൂ. കാര്യങ്ങൾ അങ്ങ് അത് ആദ്യം എന്തിനാണ് കേൾക്കൂ. ഈ മോണോപോളി സുഹൃത്തേ, എടുക്കുന്നത്? അത് ആദ്യം കേൾക്കൂ, എന്നിട്ട് പ്രതികരിക്കൂ. ഇന്ത്യ മുന്നണി എക്സ്പോസ്ഡ് ആകാൻ പോകുന്നു. അവരെന്ത് സ്റ്റാൻഡ് That's a fact. ഇന്ത്യ മുന്നണി പാർലമെന്റിൽ exposed ആകാൻ പോവുകയാണ്. കാര്യം പറയുന്നു, ആദ്യം കേൾക്കൂ. സമാധാനത്തോട് കേട്ടിട്ട് ഞാൻ നിങ്ങളെ നല്ല കേൾക്കാം. സമാധാനമാണ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അരമുക്കാൽ മണിക്കൂർ സംസാരിച്ചു ശരി 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 ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ആയിക്കോട്ടെ. ഇനിയിപ്പം ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞത് പാർലമെന്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി എക്സ്പോസ്ഡ് ആവുമെന്ന് പറഞ്ഞു. നമ്മളുടെ വിഷയം ഇവിടെ ഇന്ത്യ മുന്നണിയെ ആയിരുന്നില്ല. മുൻപത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി ഇന്ത്യ മുന്നണി ഈ വിഷയത്തിലൊരു നിലപാടെടുത്തിട്ടുണ്ടോ? അതാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. അതെവിടെയാണ് എടുത്തത്? JPC-യിലാണ് എടുത്തത്. JPC-യിൽ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? JPC-ന്ന് അവരെ പുറത്താക്കി. അപ്പം എക്സ്പോസ്ഡ് ആവേണ്ട പ്രശ്നം അതില്ല. ഞാൻ അവരുടെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർ ഇത് ഡീവിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. യു ജസ്റ്റ് ഡീവിയേറ്റഡ്. ഞാൻ എന്താണ് കോട്ട് ചെയ്തത്? വാട്ട് ഐ കോട്ടഡ് ഹിയർ? എന്താണ് ഞാൻ പറഞ്ഞത്? മുസ്ലിം വ്യക്തി നിയമ ബോർഡിനെ കുറിച്ചാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞ ഈ വാചകം അത് വിതിൻ കോട്ട്സ് ആണ്. അത് സൗണ്ട് ബൈറ്റായി കിടപ്പുണ്ട്. മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്, വഖഫ് സ്വത്തുക്കളിൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല. ഇത് പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ യോഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സുജയ ചോദിച്ച ചോദ്യം ഇതല്ലേ, വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് എന്താണെന്ന്? അത് ഓൾറെഡി പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിൽ ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം ഏതാണ്? പാർലമെന്റാണ്. ആ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ്? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ്. ഒരു വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഒരു സർക്കാർ എത്ര അപൂർവമായിട്ടാണ് നിയമിക്കുക. അപൂർവമായിട്ട് നിയമിച്ച ആ കമ്മിറ്റി ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് JPC ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള വിഷയത്തിൽ JPC ഉണ്ടാക്കി കഴിഞ്ഞാൽ JPC-യിൽ വരുന്ന പ്രതിപക്ഷം പറയുന്നത് കേൾക്കണ്ടേ? അതുമായി ബന്ധപ്പെട്ട് 41 അമെന്റ്മെന്റ് മുന്നോട്ട് വെച്ചല്ലോ, അവരെ പുറത്താക്കിയില്ലേ? എനിക്ക് 3 ചോദ്യങ്ങളേ ഉള്ളൂ. അതായത് നിലവിൽ എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ രാഷ്ട്രീയം ഇതാണ് അതിന്റെ രാഷ്ട്രീയം. അതായത് പാർലമെന്റിൽ ടേബിൾ ചെയ്യാൻ പോകുന്ന വഖഫ് സംരക്ഷണ ബില്ലിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ്. പക്ഷേ അവിടെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ മതത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിക്കണം എന്നുള്ളതിൽ സുജയുടെ നിലപാടെന്താ? ശരിയാണോ? വഖഫിന്റെ കൗൺസിലിലും വഖഫിന്റെ ബോർഡുകളിലും അമുസ്ലിം പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നത് ശരിയായ നിലപാടായിരിക്കുമോ? വർഷങ്ങളോളം പഴക്കമുള്ള മതസ്ഥാപനങ്ങൾ, പള്ളികൾ, അവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കളിൽ ഇനി ഡീഡ് വേണം എന്നാവശ്യപ്പെട്ടാൽ നാളെ അവിടെ പോയി തിരയാനുള്ളൊരു സാഹചര്യമായിട്ട് ഉപയോഗിക്കില്ലേ? അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇനി 5 വർഷം തികഞ്ഞ മതവിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ വഖഫ് ഡീഡ് കൊടുക്കാൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യത്തെ സുജയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസി അയാൾ ഈ വർഷം മതവിശ്വാസിയായി തീർന്നാൽ അയാൾക്ക് അയാളുടെ പ്രോപ്പർട്ടി വഖഫായിട്ട് കൊടുക്കാം. അതിന് 5 വർഷം മതവിശ്വാസം വേണം എന്ന് നിർബന്ധം പിടിക്കാൻ എങ്ങനെയാണ് വഖഫ് ഭേദഗതി ബില്ലിന് കഴിയുക? അത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതല്ലേ? അത് കൂടാതെ വേറെ കാര്യം കൂടിയുണ്ട്. അമുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങൾ മാത്രമല്ല കേട്ടോ, സർക്കാർ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ മതം ഏതാ? അത് തീരുമാനിക്കാൻ കഴിയില്ല, കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മതം ഇല്ല. അതാണ്. അപ്പൊ ഏത് മതത്തിൽപ്പെട്ടവരെയും അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ ആ രീതിയിൽ ഇതാണ് JPC-യിൽ യഥാർത്ഥത്തിൽ ഇതാണ് JPC-യിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി റെപ്രസെന്റ് ചെയ്യുന്നത്. JPC-യിൽ ഇന്ത്യ മുന്നണി ഈ വിഷയങ്ങൾ സൊല്യൂഷൻ ആകും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തിന് ഒരു ഒറ്റമൂലിയായി എന്നുള്ള രാഷ്ട്രീയം BJP-യുടെ രാഷ്ട്രീയമാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയമാണ്. അത് യാഥാർത്ഥ്യത്തോട് നിരക്കാത്തതാണ്. അതാണ് നമ്മളുടെ ദേശീയ തലത്തിൽ എടുത്തത് ഇന്ത്യ മുന്നണിയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള രഹസ്യാത്മകതയും ഇല്ല. അത് പബ്ലിക്കായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ലീഗിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് കോണ്ടസ്റ്റ് ആണ്. ഒന്നാമത്തത് ഇത് പറയുന്നത് നിങ്ങൾ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ മുനമ്പുമായിട്ട് കൂട്ടിക്കെട്ടുന്ന കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് BJP-ക്ക് മുതലെടുപ്പ് നടത്തുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അവരിതിന് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കുമല്ലോ ഈ പറയുന്ന ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതോടുകൂടി അവർ അതിനകത്ത് മുതലെടുപ്പ്. പക്ഷേ ഇവിടെ കേരളത്തിലെ സംവിധാനം എന്താണ്? കേരളത്തിലെ സംവിധാനം ഈ പറഞ്ഞ 200 ഏക്കർ ലാൻഡ് 610 കുടുംബങ്ങൾക്ക് കുടി ഒഴിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അത് ശക്തമായി മതേതര ജനാധിപത്യ പിന്നെ എന്താണ് സെക്കുലർ രാജ്യം എന്നൊക്കെ നമ്മളിവിടെ വലിയ കാര്യമായി പറഞ്ഞിട്ട്
കേരളത്തിൽ 610 കുടുംബങ്ങളുടെ കാര്യത്തിനകത്ത് ഒന്നിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല, പിന്നെ കേരളത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇതുവരെ ഇതുപോലൊരു നിലപാടെടുത്ത് കേരളം മുന്നോട്ട് പോയിട്ടില്ല. ശക്തമായ ഒറ്റക്കെട്ടായ തീരുമാനത്തിൽ പോയിട്ടുള്ള ഒരു സമയത്തിന്റെ പ്രശ്നം മാത്രമാണ്. കോടതി അന്തിമമായ വിധി ഇതിനകത്ത് പറയും. ആ കോടതി വിധിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതൊരു സമയത്തിന്റെ പ്രശ്നം മാത്രമാണ്. ആ കോടതി വിധി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ സമയത്ത് കുടുംബങ്ങൾക്കും അനുകൂലമായിരിക്കും. അല്ല സാർ, ആ സമയത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായ സമയമാണ്. ഒരു വർഷമാണുള്ളത്. ഒരു വർഷം രാഷ്ട്രീയമായ സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഇത് കോടതി അനുവദിച്ചുകൂടാ എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. മുനമ്പം സങ്കീർണമോ എന്നായിരുന്നു ചോദ്യം. 5 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.